ശാസ്ത്ര പഠനത്തിന് നാം പ്രയോജനപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 പഠനതന്ത്രങ്ങളാണ് പ്രോജക്റ്റുകളും പരീക്ഷണ പ്രവർത്തനങ്ങളും. അവ കൂടുതൽ ഫലപ്രദമായി എങ്ങനെ നടപ്പിലാക്കാം എന്നാണ് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു വിദ്യാലയത്തിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൻ്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങളുടെ വിദ്യാലയ പരിസരത്തും ധാരാളം സസ്യങ്ങളുണ്ടാകുമല്ലോ. സ്ലൈഡിൽ കാണുന്ന പഠന പ്രശ്നം നോക്കൂ. നിങ്ങളുടെ സ്കൂൾ ക്യാമ്പസിലെ സസ്യങ്ങളിൽ പരാഗണം നടത്തുന്നതിനായി സഹായിക്കുന്ന ജീവികൾ ഏതെല്ലാമാണ്? ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? ഒരു മാർഗം ആലോചിക്കൂ. നൽകിയിരിക്കുന്ന 3 മാർഗങ്ങളിൽ ഏതാണ് ഏറ്റവും അനുയോജ്യം? എന്തുകൊണ്ടാണെന്ന് കൂടി വിശദീകരിക്കാമോ? ശാസ്ത്ര പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ശാസ്ത്രീയ മനോഭാവം രൂപീകരിക്കലാണ്. ആശയ രൂപീകരണം മാത്രമല്ല ശാസ്ത്ര പഠനത്തിൻ്റെ ലക്ഷ്യം എന്ന് നമുക്കറിയാം. ഈ പ്രവർത്തനം ഒരു പ്രോജക്റ്റായി നൽകിയാൽ ഓരോ കുട്ടിയിലും ശാസ്ത്രാന്വേഷണം ഉറപ്പാക്കാൻ എന്താണ് മാർഗം? ഈ പ്രശ്ന സാഹചര്യത്തോട്, അതായത് നമ്മുടെ സ്കൂൾ ക്യാമ്പസിലെ സസ്യങ്ങളിലെ ജീവികൾ വഴിയുള്ള പരാഗണം എന്ന വിഷയത്തിൽ ഉയർത്താൻ കഴിയുന്ന പരമാവധി ചോദ്യങ്ങൾ എഴുതി നോക്കൂ. സ്ലൈഡിൽ നൽകിയിരിക്കുന്ന ചില ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കൂ. ഈ രീതിയിൽ ഒരു പഠന പ്രശ്നവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യങ്ങളാണ് അവരെ അന്വേഷണത്തിലേക്ക് നയിക്കുന്നത്. ഓരോ പഠന പ്രശ്നത്തെയും പല കോണുകളിലൂടെ നോക്കിക്കാണാനും വിശകലനം ചെയ്യാനുമുള്ള അവസരങ്ങൾ ശാസ്ത്ര ക്ലാസ്സിൽ നിർബന്ധമായും ലഭിക്കണം. വിശകലന ചോദ്യങ്ങൾ സ്വയം ഉന്നയിക്കാൻ കുട്ടിയെ സഹായിക്കുക എന്നതാണ് ശാസ്ത്രാധ്യാപികയുടെ പ്രധാന ചുമതല. ഈ പഠന പ്രശ്നം പരിഹരിക്കണമെങ്കിൽ പലതരം നിരീക്ഷണങ്ങൾ വേണ്ടിവരും. അതിനുള്ള ആസൂത്രണം സ്വയം നടത്താൻ കുട്ടിയെ സഹായിക്കേണ്ടി വരും. ബുദ്ധിപരമായ സത്യസന്ധത പാലിക്കാൻ കുട്ടിക്ക് പരിശീലനം ലഭിക്കേണ്ടത് ശാസ്ത്ര ക്ലാസ് മുറിയിൽ നിന്നാണ്. ഓരോ അന്വേഷണ പ്രവർത്തനത്തിനെയും നമുക്ക് അതിനുകൂടി പ്രയോജനപ്പെടുത്താം. തുടക്കത്തിൽ ഉന്നയിക്കപ്പെട്ട എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നിരീക്ഷണത്തിലൂടെ മാത്രം ലഭിക്കണമെന്നില്ല. അങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഉദാഹരണത്തിന് ഉദ്യാനത്തിലെത്തുന്ന പലതരം ജീവികളുടെ പേര് കണ്ടെത്തൽ, നിരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ വിവരങ്ങളിൽ കൂടുതൽ വ്യക്തത നേടൽ എന്നിവയ്ക്ക് വായന, വിദഗ്ധരുമായുള്ള അഭിമുഖങ്ങൾ എന്നിവ വേണ്ടിവരാം. കുട്ടികളുടെ ശാസ്ത്രചിന്തയും ശാസ്ത്രീയ മനോഭാവവും വളരണമെങ്കിൽ പാഠപുസ്തകത്തിലെ നിരീക്ഷണ ഫോർമാറ്റ് യാന്ത്രികമായി ഉപയോഗിച്ചതുകൊണ്ട് കാര്യമില്ല. അവ കുട്ടികളുടെ പങ്കാളിത്തത്തോടെ ക്ലാസ്സിൽ രൂപീകരിക്കുക തന്നെ വേണം. പാഠപുസ്തകത്തിലെ പരീക്ഷണങ്ങൾക്ക് പുറമേ ചില പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യാനും അവസരം ലഭിക്കണം. പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന പരീക്ഷണങ്ങളെ ശാസ്ത്ര പഠനത്തിന് എങ്ങനെയെല്ലാമാണ് പ്രയോജനപ്പെടുത്തേണ്ടത്? പ്രശ്നപരിഹാരത്തിന് അനുയോജ്യമായ പരീക്ഷണ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് സ്വന്തമായി രൂപകൽപ്പന ചെയ്യാൻ ക്ലാസ്സിൽ
എങ്ങനെയെല്ലാം അവസരങ്ങൾ നൽകാം? നമുക്ക് ചർച്ച ചെയ്യാം. ഒരു പഠന പ്രശ്നം പരിഹരിക്കുന്നതിന് ചില അവസരങ്ങളിൽ പരീക്ഷണ പ്രവർത്തനങ്ങൾ രൂപകൽപ്പന ചെയ്ത് അവ നടപ്പിലാക്കി നിരീക്ഷണങ്ങൾ നടത്തേണ്ടി വരും. ഓരോ കുട്ടിക്കും തൻ്റേതായ പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യാനുള്ള അവസരം ഇന്ന് ക്ലാസ് മുറികളിൽ വേണ്ട വിധത്തിൽ ലഭിക്കുന്നുണ്ടോ? പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന പരീക്ഷണങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുന്നതിന് മുമ്പ് തൻ്റേതായ ചില രീതികൾ രൂപകൽപ്പന ചെയ്യാൻ അവസരം നൽകുന്നതാണ് കുട്ടികളിൽ ശാസ്ത്രചിന്ത വളരാൻ ഏറെ സഹായകരം. 7ാം ക്ലാസ്സിലെ താപമൊഴുകുന്ന വഴികൾ എന്ന യൂണിറ്റിൽ കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന ഒരു പ്രവർത്തനം നോക്കൂ. വ്യത്യസ്ത വസ്തുക്കളുടെ താപപ്രേഷണം താരതമ്യം ചെയ്യുന്നതിന് അനുയോജ്യമായ ചില പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യുക. പാഠപുസ്തകത്തിലെ പരീക്ഷണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില സൂചനകൾ നൽകി കുട്ടികളുടേതായ പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ അവസരം നൽകണം. ലളിതമായ ചില സാധ്യതകൾ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. സ്റ്റീൽ ഗ്ലാസ്സിലും സ്ഫടിക ഗ്ലാസ്സിലും ഐസ് വാട്ടർ എടുക്കുന്നു. ഗ്ലാസുകളുടെ ഉപരിതലം തൊട്ടുനോക്കുന്നു. വ്യത്യാസം അനുഭവപ്പെടാൻ കാരണം എന്തായിരിക്കും? ഇവിടെ താപം പ്രേഷണം ചെയ്തത് ശരീരത്തിൽ നിന്നും സ്റ്റീൽ അല്ലെങ്കിൽ സ്ഫടിക ഗ്ലാസ്സിലേക്കാണ്. ഏത് ഗ്ലാസ്സാണ് കൂടുതൽ വേഗത്തിൽ താപം ശരീരത്തിൽ നിന്ന് സ്വീകരിച്ചത്? താപപ്രേഷണത്തിൻ്റെ കാര്യത്തിൽ നിത്യജീവിതത്തിൽ നിന്നും ഏതൊക്കെ സന്ദർഭങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം? നൽകിയിരിക്കുന്ന ഉദാഹരണം പോലെ സമാനമായവ കണ്ടെത്തൂ. ഖരവസ്തുക്കളിലെ താപപ്രേഷണത്തെക്കുറിച്ചാണല്ലോ നാം ഇതുവരെ ചർച്ച ചെയ്തത്. ദ്രാവകങ്ങളിലെ താപപ്രേഷണം താരതമ്യം ചെയ്യാൻ ഒരു പരീക്ഷണം രൂപകൽപ്പന ചെയ്യാമോ? 7ാം ക്ലാസ്സിലെ പ്രകാശവിസ്മയങ്ങൾ എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട ചില പരീക്ഷണ പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം. വിവിധ വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന പുതിയ നിറങ്ങൾ കണ്ടെത്തുന്നതിന് സഹായകരമായ ചില പരീക്ഷണങ്ങളോ ഉപകരണങ്ങളോ സംവിധാനങ്ങളോ രൂപകൽപ്പന ചെയ്യാമോ? ഒരു ഗ്ലാസ് പെട്ടിയിൽ ചുവപ്പ്, പച്ച, നീല എന്നീ LED ബൾബുകൾ ക്രമീകരിച്ച് ഒരു ഉപകരണം നിർമ്മിക്കാമോ? വ്യത്യസ്ത നിറങ്ങൾ കൂടിച്ചേരുമ്പോൾ ഏതൊക്കെ പുതിയ നിറങ്ങൾ ഉണ്ടാകും എന്ന് കണ്ടെത്തൂ. ശ്രദ്ധിക്കുക. ഒരു 2 ഇഞ്ച് സോക്കറ്റിൽ ബാക്കിൽ വൃത്താകൃതിയിൽ ഒരു പോംബോർഡ് വെട്ടി ഒട്ടിച്ചിട്ടുണ്ട്. ആ പോംബോർഡിന്റെ ഉള്ളിൽ 3 LED ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ LED ലൈറ്റുകൾ ഒന്ന് പച്ച, ബ്ലൂ, റെഡ് എന്നിവയാണ്. ഈ കളറുകളുടെ പ്രത്യേകത നമുക്കറിയാം. ബേസിക് കളേഴ്സാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കളറുകൾ തമ്മിൽ ചേരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന ഒരു ഉപകരണമാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് പരീക്ഷണം ചെയ്ത് നോക്കാം. ഇവിടെ നല്ല ഒരു പാറ്റേൺ ഈ സ്ക്രീനിൽ ദൃശ്യമാകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. റെഡ്, പച്ച എന്നിവ ചേരുമ്പോൾ ഏത് കളറാണ് ഉണ്ടാകുന്നത് എന്ന് ഇവിടെ നമുക്ക് വ്യക്തമാവും. യെല്ലോ കളറ് പ്രത്യക്ഷമാവുന്നത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ പച്ചയും നീലയും ചേർന്നാൽ ഇവിടെ പ്രത്യക്ഷമാവുന്ന കളറ് നമുക്ക് ബോധ്യമാവും. സിയാൻ കളറ് പ്രത്യക്ഷമാകുന്നു.
അതുപോലെ റെഡും നീലയും ചേർന്ന് മജന്ത കളറ് പ്രത്യക്ഷമാകുന്നു. ഈ 3 ബേസിക് കളറും കൂടി ചേരുമ്പോൾ മധ്യഭാഗത്ത് വെള്ള നിറം ദൃശ്യമാകുന്നത് നമുക്ക് കാണാം. സൂര്യപ്രകാശത്തിലെ 7 ഘടകവർണ്ണങ്ങളും ലയിച്ച് ഒന്നായി വരുമ്പോൾ വെള്ള പ്രകാശം പ്രത്യക്ഷപ്പെടുന്നത് പോലെ 3 ബേസിക് കളർ ചേർന്നാൽ തന്നെ വെള്ള പ്രകാശം ആകും എന്ന് നമുക്ക് ഈ എക്സ്പെരിമെന്റിൽ നിന്ന് ബോധ്യമാകും. വെള്ള LED ലൈറ്റിന്റെ കണ്ടുപിടുത്തം ഇതിൽ നിന്നാണ്. വെള്ള LED ലൈറ്റ് കണ്ടുപിടിക്കപ്പെടുന്നത് നീല LED ലൈറ്റിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. ട്രൈ കളർ ആയിട്ടുള്ള LED ലൈറ്റുകൾ ഉപയോഗിച്ച് വെള്ള പ്രകാശം നിർമ്മിക്കുവാൻ കഴിയുമെന്നുള്ള കണ്ടുപിടുത്തം ലോകത്തിലെ പ്രകാശത്തിന്റെ വിപ്ലവത്തിന് കാരണമായി തീരുകയുണ്ടായി. അങ്ങനെ നാം എല്ലാവരും ഇപ്പോൾ സാർവത്രികമായിട്ട് ഉപയോഗിക്കുന്ന വെള്ള LED അങ്ങനെയാണ് നിലവിൽ വന്നത്. ഈ പ്രവർത്തനത്തിൽ നിന്ന് നമ്മുടെ പ്രധാന തിരിച്ചറിവ് ബേസിക് കളേഴ്സ് കൂടിച്ചേർന്നാലും വെള്ള നിറം പ്രത്യക്ഷമാകും എന്നുള്ളതാണ്. സാധാരണ പൊതുവെ നമ്മുടെ ധാരണ സൂര്യപ്രകാശത്തിലെ 7 നിറങ്ങൾ കൂടിച്ചേർന്ന് വെള്ള നിറം ഉണ്ടാകുമെന്ന് നമുക്കറിയാം. എന്നാൽ 3 ബേസിക് കളർ മാത്രം കൂടിച്ചേർന്നാലും വെള്ള നിറം ഉണ്ടാകുമെന്ന് ഇതിൽ നിന്ന് നമുക്ക് ബോധ്യമാണ്. ലൈറ്റ് ബോക്സ് എന്നാണ് ഈ ഉപകരണത്തിന്റെ പേര്. ഒരു ട്രാൻസ്പെറന്റ് ബോക്സ് ആണ് നമുക്ക് ഈ എക്സ്പെരിമെന്റിന് ആവശ്യമുള്ളത്. ഈ ട്രാൻസ്പെറന്റ് ബോക്സ് ഉണ്ടാക്കുവാൻ കാരണം ഇതിന്റെ ഉള്ളിൽ നമ്മൾ സ്മോക്ക് നിറയ്ക്കണം, അല്ലെങ്കിൽ ഡെറ്റോള് അല്പം ചേർത്ത ജലം നിറച്ചാൽ മതി. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രതിഭാസങ്ങൾ കാണുന്നതിന് വേണ്ടിയാണ് ട്രാൻസ്പെറന്റ്. ഇതിനകത്ത് ക്രമീകരിച്ചിട്ടുള്ളത് ഒരു കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്, കോൺവെക്സ് മിറർ, പ്ലെയിൻ മിറർ, കോൺകേവ് മിറർ എന്നിവയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു പ്രൊട്രാക്ടർ, പ്രത്യേകം തയ്യാറാക്കിയ ഒരു പ്രൊട്രാക്ടർ അടിയിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു മിറർ പ്രത്യേകം തയ്യാറാക്കിയത് ഈ ലൈറ്റ് ബോക്സിൽ ഉപയോഗിക്കുന്നുണ്ട്. ഫോം ബോർഡാണിത്. ഈ ഫോം ബോർഡിൽ നിക്കിൾ സ്റ്റിക്കർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മിറർ സ്റ്റിക്കർ എന്ന് പേര് പറയുന്ന സ്റ്റിക്കർ ഒട്ടിച്ചതാണ്. ഈ ഫോം ബോർഡിൽ ഇത് ഒട്ടിച്ചത് കൊണ്ടാണ് നമുക്കിവിടെ ഇങ്ങനെ പരിപരുത്തതാക്കാൻ പറ്റുന്നത്. പകുതി ഭാഗം കട്ടിംഗ് നൈഫ് ഉപയോഗിച്ച് സ്ക്രാച്ച് കൊടുത്ത് പരിപരുത്തതാക്കി ഇവിടെ 2 ഭാഗത്ത് നമുക്ക് ലൈറ്റിന്റെ എക്സ്പെരിമെന്റ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കാം. പ്രകാശകിരണങ്ങളെ കോൺവെക്സ് ലെൻസിലേക്ക് കടത്തിവിടുകയാണ്. 2 പ്രകാശകിരണങ്ങൾ കോൺവെക്സ് ലെൻസിലേക്ക് കൂടി കടത്തിവിടുമ്പോൾ ആ പ്രകാശ കിരണങ്ങൾ ഒരു ബിന്ദുവിൽ സംയോജിക്കുന്നു. ആ ബിന്ദുവിലാണ് കൃത്യമായ പ്രതിബിംബം രൂപപ്പെടുന്നത്. അതിൽ ഫോക്കസ് ചെയ്യുന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയും. 2 പ്രകാശ കിരണങ്ങളെ കോൺവെക്സ് ലെൻസിലേക്ക് കടത്തിവിടുമ്പോൾ അത് ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണുവാൻ കഴിയും. കോൺവെക്സ് ലെൻസിൽ കൂടി കടന്നു പോകുന്ന പ്രകാശകിരണങ്ങൾ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് അവിടെ അതിന്റെ പ്രതിബിംബം രൂപപ്പെടുന്നു. ആ കേന്ദ്രീകരിക്കുന്ന ഭാഗമാണ് ലെൻസിന്റെ ഫോക്കസ്. എന്നാൽ കോൺകേവ് ലെൻസിൽ കൂടി കടത്തിവിടുമ്പോൾ പ്രകാശ കിരണങ്ങൾ ഡൈവേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കോൺകേവ് ലെൻസിൽ നിന്ന് പ്രതിബിംബം സ്ക്രീനിൽ നേരെ പതിപ്പിക്കുവാൻ കഴിയില്ല. കിരണങ്ങൾ അകന്നു പോകുന്നതാണ് ഇതിന് കാരണം. പ്രകാശകിരണങ്ങൾ നേർരേഖയിൽ സഞ്ചരിക്കും എന്ന ആശയവും ഈ ഉപകരണത്തിൽ നിരീക്ഷിക്കാൻ കഴിയും. നോക്കൂ, നേർരേഖയിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രകാശകിരണം ലെൻസിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഡൈവേർജ് ചെയ്യുന്നത് കാണാം. ഈ 2 കിരണങ്ങൾ ഇപ്പോൾ നേർരേഖയിൽ സഞ്ചരിക്കുകയാണ്, എന്നാൽ അത് ലെൻസിലേക്ക് പ്രവേശിച്ചപ്പോൾ ഡൈവേർജ് ചെയ്യുന്നത് കാണാം. നോക്കൂ, ഇപ്പോൾ നേർരേഖയിൽ സഞ്ചരിക്കുന്നു, ലെൻസിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് രണ്ടും ഡൈവേർജ് ചെയ്യുന്നു. നേർരേഖയിൽ സഞ്ചരിക്കുന്നു, ലെൻസിലേക്ക് പ്രവേശിച്ചപ്പോൾ അത് കൺവേർജ് ചെയ്യുന്നു. നമുക്ക് ഒരു പ്രകാശകിരണത്തെ നോക്കൂ, 30 ഡിഗ്രി ആംഗിളില് ഞാൻ സമതല ദർപ്പണത്തിലേക്ക് ഇപ്പോൾ പതിപ്പിച്ചു.
അതേ 30 ഡിഗ്രി ആംഗിളിൽ തന്നെ തിരിച്ചു വരുന്നത് കാണാം. നോക്കൂ, ഇവിടെ 30 ഡിഗ്രി ആംഗിളിൽ തന്നെ അത് തിരിച്ചു വരുന്നത് കാണാം. പതന കോണും പ്രതിപതന കോണും തുല്യമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നോക്കൂ, 20ലേക്ക് വിട്ടപ്പോൾ അത് 20ൽ കൂടി തിരിച്ചു വരുന്നു. 10ലേക്ക് വിട്ടപ്പോൾ 10ൽ കൂടി തിരിച്ചു വരുന്നു. 0 ഡിഗ്രിയിൽ ലംബമായി വിട്ട പ്രകാശകിരണം ലംബമായി തന്നെ തിരിച്ചു വരുന്നു. അപ്പോൾ അവിടെ കോണ് കാണുന്നില്ല. 10ൽ കൂടി അടിച്ചപ്പോൾ ഇപ്പോൾ 10ൽ കൂടിയാണ് വരുന്നത്. 20, ഇപ്പോൾ 30ൽ കൂടിയാണ് നമ്മൾ പ്രകാശകിരണത്തെ വിട്ടത്. ഇപ്പോൾ 30ൽ കൂടി വരുന്നത് കാണാം. 40ൽ കൂടി വിട്ടപ്പോൾ 40ൽ കൂടി വരുന്നത് കാണാം. ശാസ്ത്ര പ്രോജക്റ്റുകളുടെയും പരീക്ഷണ പ്രവർത്തനങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ശാസ്ത്ര ആശയങ്ങൾ കുട്ടികളിൽ എത്തിക്കുക മാത്രമല്ല, മെത്തേഡ് ഓഫ് സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ രീതി ബോധ്യപ്പെടൽ ആണ്. തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാനും വീണ്ടും അന്വേഷിക്കാനും കൂടുതൽ തെളിവുകൾ ലഭിക്കുമ്പോൾ നേടിയ അറിവുകളെ പരിഷ്കരിക്കാനുമുള്ള മനോഭാവം വളർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രങ്ങളാണ് പരീക്ഷണ പ്രവർത്തനങ്ങളും പ്രോജക്റ്റുകളും. അടുത്ത അധ്യയന വർഷം ഇവ കൂടുതൽ മികവോടെ നടപ്പിലാക്കുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. ശാസ്ത്രബോധം ഉണർത്തുന്ന ശാസ്ത്രപഠനം എന്ന വിഷയത്തിൻ്റെ ഭാഗമായ രണ്ടാമത്തെ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശാസ്ത്രാവബോധം വളർത്തുന്ന ജ്യോതിശാസ്ത്ര ക്ലാസ് മുറി എന്ന വിഷയമാണ് ഈ സെഷനിൽ നാം ചർച്ച ചെയ്യുന്നത്. പ്രപഞ്ചത്തെപ്പറ്റിയുള്ള ഏതറിവും സമാഹരിക്കുകയും ക്രോഡീകരിക്കുകയും പരീക്ഷണത്തിലൂടെ പഠനം നടത്തി തെളിയിക്കുകയും സത്യത്തെ അറിയുകയും നേടിയ അറിവുകളെ ക്രമീകരിച്ച സമൂഹത്തെ ബോധവാന്മാരാക്കുകയും ചെയ്യുകയാണ് ശാസ്ത്രധർമ്മം. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പ്രയോഗിക്കപ്പെടേണ്ട ഒന്നാണ് ശാസ്ത്രം. ചുറ്റുപാടുകളെ വ്യാഖ്യാനിക്കാൻ കഴിയുക, ശാസ്ത്രത്തിൻ്റെ രീതി സ്വായത്തമാക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുക, നിരന്തരമായ അന്വേഷണം നടത്തുകയും ലഭിച്ച വിവരങ്ങൾ വിശകലനം ചെയ്ത നിഗമനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുക, പ്രകൃതി പ്രതിഭാസങ്ങളെ വിശകലനം ചെയ്യുക, അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഇല്ലായ്മ ചെയ്യുക തുടങ്ങിയവ ശാസ്ത്രപഠനത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ശാസ്ത്രപഠനത്തിലൂടെ വളർന്നു വന്ന ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണ്? വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിൽ നിൽക്കുമ്പോഴും ഇന്നും പല മേഖലകളിലും അന്ധവിശ്വാസം നിലനിൽക്കുന്നു. സൂര്യഗ്രഹണ സമയത്ത് പുറത്തിറങ്ങാൻ താല്പര്യമില്ലാത്തവർ ഇപ്പോഴുമുണ്ട്. എന്താണിതിന് കാരണം? ജ്യോതിശാസ്ത്ര സംബന്ധമായ പഠനങ്ങൾ ക്ലാസ് മുറികളിൽ നടക്കാത്തതാണോ? അല്ല, ജ്യോതിശാസ്ത്ര സംബന്ധമായ പഠനങ്ങൾ കൃത്യമായി ക്ലാസ് മുറികളിൽ നടക്കുന്നു. എന്നാൽ ശാസ്ത്ര പഠന രീതികളിലൂടെയുള്ള ജ്യോതിശാസ്ത്ര പഠനമല്ല ക്ലാസ് മുറികളിൽ നടക്കുന്നത്. എന്താണ് ശാസ്ത്ര പഠന രീതി? മുന്നറിവുകളുടെ അടിസ്ഥാനത്തിൽ ശരിയായി നടത്തുന്ന വിശകലനം പുതിയ അറിവിൻ്റെ നിർമ്മാണത്തിലേക്ക് നയിക്കുന്നു. ഇങ്ങനെ നിർമ്മിക്കപ്പെടുന്ന ഓരോ അറിവും പുതിയ അന്വേഷണത്തിലേക്കുള്ള വാതിലുകളാണ്. യുക്തമായ ചോദ്യങ്ങൾ ചോദിക്കുകയും പ്രസക്തമായ വിവരങ്ങൾ ശേഖരിക്കുകയും സമഗ്രമായി വിശകലനം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ കാര്യകാരണ സഹിതം നിഗമനത്തിലെത്തുകയും ചെയ്യുന്നതാണ് ശാസ്ത്ര പഠന രീതി. ആകാശത്തിൻ്റെ അനന്തതയിലുള്ള നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ചുള്ള അന്വേഷണത്തിൽ നിന്നുമാണ് ജ്യോതിശാസ്ത്രം ഉടലെടുത്തത്. ഖഗോള വസ്തുക്കളായ ഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ, നക്ഷത്രങ്ങൾ, താരാപഥങ്ങൾ, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പുറത്തു നടക്കുന്ന പ്രതിഭാസങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ജ്യോതിശാസ്ത്ര പഠന ക്ലാസ് മുറികളിൽ ശാസ്ത്രപഠനത്തിൻ്റെ ഈ രീതി നാം അവലംബിക്കുന്നുണ്ടോ? നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശാസ്ത്രപഠനത്തിൽ അന്വേഷണാത്മക പഠന രീതി അനുവർത്തിച്ചാൽ അബദ്ധധാരണകളും അന്ധവിശ്വാസങ്ങളും സമൂഹത്തിൽ നിലനിൽക്കില്ല. ആ സമൂഹം ശാസ്ത്രാവബോധമുള്ള സമൂഹമായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ സെഷന്റെ ഭാഗമായി 2 ചോദ്യങ്ങൾ പരിചയപ്പെടുത്തട്ടെ. അർദ്ധരാത്രിയിൽ തലയ്ക്ക് നേർമുകളിലെത്തുന്ന ചന്ദ്രന്റെ ആകൃതി കണ്ടെത്തുന്നതിന് ഒരു പ്രവർത്തനം ആസൂത്രണം ചെയ്യുക. ഏപ്രിൽ മാസത്തിൽ
ലംബമായി നിൽക്കുന്ന ഒരു വസ്തുവിൻ്റെ നിഴൽ പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ദിവസവും സമയവും കണ്ടെത്തുന്നതിന് ഒരു പരീക്ഷണം രൂപകൽപ്പന ചെയ്യുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദ്യപേപ്പറിൽ വന്നാൽ ക്ലാസ്സിലെ 99% കുഞ്ഞുങ്ങളും ചോദ്യം ഒഴിവാക്കുകയോ തെറ്റായ രീതിയിൽ പൂർത്തീകരിക്കുകയോ ചെയ്യുന്നു. ഇതിന് കാരണം എന്താണെന്ന് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ജ്യോതിശാസ്ത്ര പഠനത്തിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടുന്നില്ലേ? നിലവിലെ ജ്യോതിശാസ്ത്ര ക്ലാസ്സിലെ പരിമിതികൾ എന്തെല്ലാമാണെന്ന് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവ ഒന്ന് പരിശോധിച്ചാലോ? ജ്യോതിശാസ്ത്ര ക്ലാസ് മുറികളിൽ അറിവ് നിർമ്മിക്കപ്പെടുന്നതിന് പകരം അറിവ് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ജ്യോതിശാസ്ത്ര പഠനത്തിൽ അന്വേഷണാത്മക പഠനരീതി പ്രയോജനപ്പെടുത്തുന്നില്ല. വൈവിധ്യമാർന്നതും അറിവ് നിർമ്മാണത്തിന് സഹായിക്കുന്നതുമായ പഠനതന്ത്രങ്ങളായ പ്രോജക്റ്റ്, സെമിനാർ, പരീക്ഷണം, പഠനയാത്ര, ശില്പശാല, സഹവാസ ക്യാമ്പ് തുടങ്ങിയവ ജ്യോതിശാസ്ത്ര ക്ലാസ് മുറികളിൽ പ്രയോജനപ്പെടുത്തുന്നില്ല. ജ്യോതിശാസ്ത്ര സംബന്ധമായ നമ്മുടെ അറിവ് പരിമിതമായതിനാൽ വേഗത്തിൽ പഠന പ്രവർത്തനം പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് കുഞ്ഞുങ്ങൾക്ക് അവസരം ലഭിക്കുന്നില്ല. ഇവയൊക്കെയാണ് ജ്യോതിശാസ്ത്ര ക്ലാസ് മുറികളിലെ പരിമിതികൾ. ഈ പരിമിതികളെ എങ്ങനെ ഫലപ്രദമായി നമുക്ക് മറികടക്കുവാൻ കഴിയും? ഇതിനായി നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? നാം ഓരോരുത്തരും കൃത്യവും സൂക്ഷ്മവുമായ പഠന പ്രവർത്തനാസൂത്രണം നടത്തണം. ഓരോ പഠന പ്രവർത്തനവും അറിവ് നിർമ്മാണത്തിൻ്റെ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഉറപ്പുവരുത്തണം. ജ്യോതിശാസ്ത്ര സംബന്ധമായ അറിവ് നിർമ്മാണത്തിന് അന്വേഷണാത്മക പഠനതന്ത്രങ്ങളായ പ്രോജക്റ്റ്, പരീക്ഷണം, പഠനയാത്ര എന്നിവ പ്രയോജനപ്പെടുത്തണം. പഠന പ്രവർത്തനത്തിൻ്റെ ഓരോ ഘട്ടവും വിലയിരുത്തുകയും കൃത്യമായ പഠന പിന്തുണ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്നവർക്ക് നൽകുകയും വേണം. കണ്ടെത്തലുകൾ പഠന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പൊതുവേദിയിൽ അവതരിപ്പിക്കുന്നതിനും മറ്റുള്ളവർക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും അവസരം നൽകണം. ഓരോ പ്രവർത്തനം പൂർത്തീകരിക്കുമ്പോഴും തുടർ പ്രവർത്തനം ഏറ്റെടുക്കുന്നതിന് അവസരം ഒരുക്കണം. ജ്യോതിശാസ്ത്ര പഠനത്തിൽ നിരീക്ഷണത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. നിരീക്ഷണത്തിലൂടെയുള്ള അറിവ് നിർമ്മാണം കൃത്യതപ്പെടുത്തുന്നതിന് സഹായകമായ നിരവധി പഠനോപകരണങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഇത്തരം പഠനോപകരണങ്ങളുടെ പ്രവർത്തനം വ്യക്തമാക്കുന്ന ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കൂ. നമ്മുടെ ശാസ്ത്ര പാഠപുസ്തകങ്ങളിലും സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകങ്ങളിലും 1 മുതൽ 7 വരെ ക്ലാസ്സുകളിൽ സൗരയൂഥവുമായി ബന്ധപ്പെട്ട ധാരാളം ആശയങ്ങൾ നമുക്ക് ക്ലാസ് റൂമിൽ സംവദിക്കാനുണ്ട്. ക്ലാസ് റൂമിൽ സൗരയൂഥ ആശയങ്ങൾ സംവദിക്കുമ്പോൾ അധ്യാപകർക്കും കുട്ടികൾക്കും ഒരുപോലെ ചില പ്രയാസങ്ങൾ നേരിടുന്നതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ നാം ചെന്നെത്തുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ലഭ്യമായ സൗകര്യങ്ങളും ഉപകരണങ്ങളും എല്ലാം പ്രതിപാദിക്കുന്ന തലവും കുട്ടി ഈ വസ്തുക്കളെ, ഈ അനുഭവങ്ങളെ നേരിൽ കാണുന്ന തലവും വ്യത്യസ്തമാണ്. അവയെ കാണുന്ന സമയത്ത് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ചിത്രങ്ങളെയും ഉപകരണങ്ങളെയും പ്രവർത്തിപ്പിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുന്ന തലങ്ങളുമായി കുട്ടിക്ക് പൊരുത്തപ്പെടുത്താൻ ചില പ്രയാസങ്ങൾ പലപ്പോഴും നേരിടാറുണ്ട്. അധ്യാപകരുടെ വിശദീകരണങ്ങളിൽ ഇത്തരം പ്രയാസങ്ങൾ അധ്യാപകർ നേരിടാറുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുകൊണ്ട് തന്നെ പല ആശയങ്ങളും ആശയവ്യക്തതയോടുകൂടി സംവദിക്കാനും അത് കുട്ടികളിലേക്ക് എത്തിക്കുവാനും ചില സമയങ്ങളിലെങ്കിലും അതിനെ സ്വീകരിക്കുന്നതിനും കുട്ടികൾക്ക് ചില പ്രയാസങ്ങൾ അധ്യാപകരും കുട്ടികളും ഒരേപോലെ നേരിടുന്നതായാണ് ക്ലാസ് റൂമിലെ അനുഭവങ്ങൾ. ഈ ഒരു സാഹചര്യം മുൻനിർത്തിയാണ് ഈ ആശയങ്ങളെ മുഴുവൻ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് കുട്ടികളിലേക്കും എത്തിക്കുക എന്നതിനെ കുറിച്ചും അധ്യാപകർക്ക് എങ്ങനെയാണ് ഇത്തരം ആശയങ്ങൾ പ്രയാസം കൂടാതെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കുക എന്നതിനെ കുറിച്ചുമുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുന്നു. ഇവിടെ ഈ കാണുന്ന ഉപകരണങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെടുന്ന, നമ്മൾ ക്ലാസ് റൂമിൽ പ്രയോഗിക്കുന്ന സൗരയൂഥവുമായി ബന്ധപ്പെട്ട വിവിധ ആശയങ്ങളുടെ മറ്റൊരു രീതിയിലുള്ള അവതരണങ്ങൾ മാത്രമാണ്. നമുക്കറിയാം, നമ്മുടെ ക്ലാസ് റൂമിൽ സൗരയൂഥ ആശയങ്ങളെ പറയുന്നതിന് വേണ്ടി നമ്മൾ മുഖ്യമായി പ്രതിപാദിക്കുന്ന ഒരേ ഒരു ഉപകരണം ഗ്ലോബാണ്. നമുക്കറിയാം, ഈ ഗ്ലോബിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ
സൗരയൂഥത്തിന്റെ മുഴുവൻ ആശയങ്ങളും നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ ഗ്ലോബിന്റെ ഉപയോഗപ്പെടുത്തി എത്തിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ തലങ്ങളുടെ പ്രശ്നങ്ങളാണ് നമ്മളുടെ ചർച്ചകളിലും കുട്ടികളുടെ സ്വീകരണങ്ങളിലും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്ലോബിനെ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ നിൽക്കുന്ന പ്രദേശം വെച്ചുകൊണ്ട് ഈ ഗ്ലോബിനെ വടക്കോട്ടേക്കാക്കി പിടിക്കുന്ന രീതിയിലാണ് അവതരിപ്പിക്കേണ്ടത് എന്ന് നമുക്കറിയാം. ഈ ഒരു കാര്യത്തെ അടിസ്ഥാനമാക്കി എടുത്തുകൊണ്ടാണ് ഈ ഉപകരണങ്ങളുടെ മുഴുവൻ നിർമ്മിതിയും പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഉപകരണങ്ങളിലൂടെ ഒന്ന് കടന്നു പോകുന്നതിന് മുമ്പേ വിവിധ ക്ലാസ് റൂമുകളിൽ എവിടെയെല്ലാമാണ് ഇത്തരം ആശയങ്ങൾ സൗരയൂഥവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം ആശയങ്ങളാണ് കടന്നു വന്നിരിക്കുന്നത് എന്ന് പൊതുവെ ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ക്ലാസ് 5 5th സ്റ്റാൻഡേർഡിൽ സൗരയൂഥവും ആശയവുമായി ബന്ധപ്പെട്ട് ചില പ്രതിപാദ്യങ്ങൾ ശാസ്ത്ര പുസ്തകത്തിലുണ്ട്. അതുപോലെ തന്നെ 6ാം ക്ലാസ്സിലും ഇതേപോലെ തന്നെയുള്ള സൗരയൂഥ ആശയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രതിപാദ്യങ്ങളുണ്ട്. മറ്റൊരു മേഖല 6ാം ക്ലാസ്സിൽ തന്നെ സാമൂഹ്യ ശാസ്ത്രത്തിലാണ് പിന്നെ ഇത്തരം ആശയങ്ങൾ ധാരാളമായി കുട്ടികൾ അറിയേണ്ടതുണ്ട്. 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും ചെറിയ തലത്തിലുള്ള ഭൂമിയുടെ ഭ്രമണം, രാവും പകലും എന്നീ ആശയങ്ങളും കടന്നു വരുന്നു. 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും അതിൻ്റെതായ തലങ്ങളിലുള്ള ആശയങ്ങളും കുട്ടികൾ അറിയേണ്ടതുണ്ട്. ഇതിനെല്ലാം പുറമെ നമുക്ക് സൗരയൂഥ ആശയങ്ങളെയും ഭൂമിയെയും സൗരയൂഥത്തിന്റെ വിവിധ അംഗങ്ങളെയും പരിചയപ്പെടുത്താൻ വേണ്ടി 2009 വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഗലീലിയോ ലിറ്റിൽ സയൻസ് എന്ന പുസ്തകവും നമുക്ക് ഇതിനൊരു മാതൃകയായി സ്വീകരിക്കാവുന്നതാണ്. ഇവയുടെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇത്തരം ഉപകരണങ്ങളുടെ ഒരു നിർമ്മിതിയുടെ ആവശ്യകതയും ഉപയോഗവും നാം വിലയിരുത്തുന്നത്. സൗരയൂഥ ആശയങ്ങളെ അനായാസന വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് ഈ ഗ്ലോബിനെ കുട്ടികളുടെ കാഴ്ചയുടെ തലവുമായി ബന്ധിപ്പിച്ച് കൈകാര്യം ചെയ്യുകയാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്. ഈ ഗ്ലോബിനെ ഇങ്ങനെ പിടിച്ച് ഉദയം അസ്തമയം പറയുമ്പോൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്ന ഭൂമിയെ പ്രതിപാദിക്കുമ്പോൾ കിഴക്ക് നിന്ന് സൂര്യൻ പടിഞ്ഞാട്ട് പോകുന്നതായി വിശദീകരിക്കുന്ന സമയത്ത് കാഴ്ചകളെയും വിശദീകരണങ്ങളെയും വളരെ പ്രയാസം കൂടാതെ അധ്യാപകനെ ട്രാൻസാക്ട് ചെയ്യാനും ആ കാഴ്ചകളെ, ആ അനുഭവങ്ങളെ തന്റെ ജീവിതത്തിൽ കാണുന്ന കാഴ്ചകളുമായി താരതമ്യം ചെയ്ത് കുട്ടിക്ക് അനായാസനെ സ്വീകരിക്കാനും സാധിക്കുന്നു. ഈ രൂപത്തിൽ നമുക്ക് പ്രതിപാദിക്കാൻ വേണ്ടി മാത്രം ഈ ഗ്ലോബിനെ തിരശ്ചീന തലത്തിൽ വെക്കുന്ന ഒരു രീതിയാണ് സമാന്തര ഭൂമി. ഈ സമാന്തര ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് അനായാസനെ കാണിക്കാനുള്ള ഒരു സംവിധാനം മാത്രമാണ്. ഈ ഒരു സംവിധാനത്തെ യഥാർത്ഥ ഗ്ലോബുമായി പൊരുത്തപ്പെടുത്തി നമുക്ക് കാണിക്കാനും ബുദ്ധിമുട്ടില്ല. ആ സമയത്ത് നമുക്ക് ഇതിനെ വേണ്ട രൂപത്തിൽ ചരിച്ചു കൊടുത്താൽ തന്നെ നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കുന്ന ഗ്ലോബിന്റെ അതേ രീതിയിൽ തന്നെ ഇതിനെ പ്രതിപാദിക്കാനും സാധിക്കും. ചുരുക്കത്തിൽ സ്റ്റാൻഡിൽ എപ്രകാരമാണോ ഗ്ലോബ് നിൽക്കുന്നത് ആ രൂപത്തിൽ പിടിച്ച് നമുക്ക് ഇതിനെ പ്രതിപാദിക്കുന്നതിനും യഥാർത്ഥത്തിൽ കാഴ്ചയുടെ തലങ്ങളിലേക്ക് കൃത്യമാക്കുന്നതിന് വേണ്ടി സമാന്തര ഭൂമി എന്ന രൂപത്തിൽ കാണുന്നതിനും കാണിക്കുന്നതിനും വിശദീകരിക്കുന്നതിനും വളരെ നിഷ്പ്രയാസം ഈ ഉപകരണങ്ങളുടെ നമുക്ക് സാധിക്കും. ഇതിന്റെ പ്രതിപാദ്യം 2009 ഗലീലിയോ ലിറ്റിൽ സയന്റിസ്റ്റ് എന്ന പുസ്തകത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സമാന്തര ഭൂമി എങ്ങനെയാണ് ഒരു സമാന്തര ഭൂമി അതാത് പ്രദേശത്തിനനുസരിച്ച് സെറ്റ് ചെയ്യേണ്ടത് എന്ന് ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് പാഠപുസ്തകത്തിൽ ഈ രൂപത്തിലൊരു സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വളരെ നിഷ്പ്രയാസം ആകാശത്ത് കാണുന്ന ചലനങ്ങളെക്കുറിച്ചും സൂര്യന്റെയും ചന്ദ്രന്റെയും വിശദീകരണങ്ങളെക്കുറിച്ചും അനായാസമായി കുട്ടികളിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നതാണ് ഇങ്ങനെ ഒരു ക്രമീകരണത്തിന്റെ സൗകര്യം. ഇത് നിലവിലുള്ള രീതിയിൽ ഗ്ലോബിനെ പിടിക്കുന്നതിന് ഒരു തടസ്സവും ആയിട്ട് നമുക്ക് വരുന്നില്ല. യഥാർത്ഥത്തിൽ എങ്ങനെയാണോ ഗ്ലോബ് പിടിക്കുന്നത് ആ രൂപത്തിൽ സ്ഥാപിച്ചുകൊണ്ട് തന്നെ നമുക്കിതിനെ ഭ്രമണം ചെയ്യിക്കുവാനും സാധിക്കും. കാഴ്ചയുമായി പൊരുത്തപ്പെടുത്തുന്നതിനും ഈ ഒരു സംവിധാനത്തെ സഹായകമാകും എന്നതാണ് ഇതിന്റെ ഒരു സവിശേഷത. മറ്റൊന്ന്, നമുക്ക് ഈ മേഖലയിൽ നമുക്ക് പ്രധാനമായും ചെറിയ കുട്ടികളിലേക്ക് പറയേണ്ട ഒരു സാധനമാണ് ഭൂമിയുടെ ഭ്രമണം മുഖേന രാത്രിയും പകലും ഉണ്ടാവുന്നത് എങ്ങനെയെന്നാണ്. അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ ഉള്ള ഉപകരണമാണ് ഈ സംവിധാനം. ഇതിൽ PVC പൈപ്പ് കൊണ്ട് ഒരു ഫ്രെയിമിന്റെ മുകളിൽ പാരലൽ രൂപത്തിൽ ഭൂമിയെ വെച്ചിട്ടുണ്ട്.
മുകളിൽ സൂര്യനെ പ്രതിപാദിക്കുന്നതിന് വേണ്ടി ഒരു ബൾബ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബാറ്ററി സംവിധാനവുമുണ്ട്. ഈ ബാറ്ററി ഓണാക്കുന്ന സമയത്ത് അവിടെ മുകളിൽ സൂര്യ വെളിച്ചം കിട്ടുന്ന രൂപത്തിൽ ഒരു വെളിച്ചം കാണുന്നുണ്ട്. പടിഞ്ഞാറ് നിന്ന് ഭൂമി ഭ്രമണം ചെയ്യുന്നതിന്റെ ഫലമായി, പടിഞ്ഞാറിൽ നിന്ന് ഭൂമിയുടെ ഭ്രമണം കിഴക്കോട്ടാവുന്നതിന്റെ ഫലമായി കിഴക്ക് നിന്ന് സൂര്യൻ പടിഞ്ഞാട്ട് പോകുന്നതായി ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. നിഷ്പ്രയാസം ഒരൽപ്പം ഇരുട്ട് ഉണ്ടാകുന്ന സമയത്ത് ഇതിന്റെ രാത്രിയും പകലും കൃത്യമായി, ഈ ഭാഗം രാത്രിയും മുകൾ ഭാഗം പകലും എന്ന രൂപത്തിൽ കൃത്യമായി നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ക്ലാസ് റൂം സാഹചര്യത്തിൽ തന്നെ അല്പം വെളിച്ചം കയറുന്ന ഭാഗങ്ങളെല്ലാം തടസ്സം ചെയ്താൽ പകലിന്റെയും രാത്രിയുടെയും ആ അതിർവരമ്പുകൾ പോലും നമുക്ക് ഇവിടെ വ്യക്തമായി കാണാൻ സാധിക്കും. മാത്രമല്ല, ഭ്രമണഫലമായി ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കയറുന്ന ഭാഗവും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് ഇറങ്ങുന്ന ഭാഗവും നമുക്ക് നിഷ്പ്രയാസം ഇതുകൊണ്ട് കാണിക്കാൻ സാധിക്കും. മാത്രമല്ല, ഇത്തരം ഒരു ഉപകരണം കുട്ടികൾക്ക് കൈകളിൽ കൈകാര്യം ചെയ്യാൻ സൗകര്യമായതുകൊണ്ട് പരമാവധി ഒരു ക്ലാസ്സിൽ 2 or 3 ഉപകരണങ്ങൾ ഉണ്ടാക്കി സ്വയം ഗ്രൂപ്പുകൾക്ക് കൈകാര്യം ചെയ്യുന്നതിനും സൗകര്യപ്രദമാണ്. ഉപകരണത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് രാത്രിയും പകലും എങ്ങനെ ഉണ്ടാവുന്നു എന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ചു. അതുപോലെ തന്നെ ഉദയം അസ്തമയം എങ്ങനെയാണ് ഈ ഉപകരണത്തെ ഉപയോഗിച്ച് വിശദീകരിക്കുക എന്ന് കൂടി നോക്കാം. ഈ വെളിച്ചം തട്ടുന്ന ഭാഗം പകലും വെളിച്ചം തട്ടാത്ത ഭാഗം രാത്രിയുമായി നമ്മൾ കണ്ടു. ഭ്രമണം പടിഞ്ഞാറെന്ന്, ഇവിടെ പടിഞ്ഞാറ്, ഇത് ഭാഗം കിഴക്ക്. പടിഞ്ഞാറെന്ന് കിഴക്കോട്ട് ഭൂമി ഭ്രമണം ചെയ്യുന്നതിന്റെ മാതൃകയാണ് ഈ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കയറുന്ന ഇവിടെ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കയറുന്ന ഭാഗം. ഇവിടെ നിൽക്കുന്ന ആളുകൾക്കാണ് സൂര്യനെ കാണാൻ തുടങ്ങുക. ഈ കാണാൻ തുടങ്ങുന്നതിനെയാണ് നാം ഉദയം എന്ന് പറയുന്നത് എന്ന് നമുക്ക് നിഷ്പ്രയാസം അധ്യാപകർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഇവിടെ ഉദയം കാണുന്ന വ്യക്തി, ആ രാജ്യത്തിലുള്ള വ്യക്തി, കുറച്ചു സമയം ഭൂമിയുടെ ഭ്രമണഫലമായി സൂര്യൻ നേരെ തലയ്ക്ക് മുകളിലുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോഴാണ് നട്ടുച്ച എന്ന് നമുക്ക് വിശദീകരിക്കുന്നതിന് വളരെ എളുപ്പമായിരിക്കും. വീണ്ടും ഭൂമിയുടെ ഭ്രമണഫലമായി നട്ടുച്ചയിൽ നിന്ന് പ്രകാശത്തെ മറയുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് കയറുന്ന ഒരു സ്ഥാനത്ത് ഭൂമിയുടെ ഭ്രമണഫലമായി നാം എത്തിച്ചേരുന്ന ആ സ്ഥാനമാണ് സന്ധ്യ അല്ലെങ്കിൽ ഇരുട്ടിലേക്ക് പോകുന്ന സ്ഥാനം എന്ന് നമ്മൾ പറയുന്നു. പ്രഭാതത്തിന്റെ സന്ധ്യയും സായന്തനത്തിന്റെ സന്ധ്യയും രണ്ടും നമുക്ക് ഇവിടെ വിശദീകരിക്കാൻ സാധിക്കും. അപ്പോൾ ഉദിക്കുന്ന ഭാഗം, ഉച്ച, അതുപോലെ തന്നെ അസ്തമിക്കുന്ന സമയം, ഈ 3 നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, ഈ 3 സ്ഥാനത്ത് നിൽക്കുമ്പോഴും നാം കാണുന്ന സൂര്യൻ ഒരേ സ്ഥാനത്ത് നിൽക്കുന്ന സൂര്യനെയാണ് എന്ന് കൂടി വിശദീകരിക്കാൻ ഈ ഉപകരണത്തിന് നമുക്ക് നിഷ്പ്രയാസം വിശദീകരിക്കാൻ സാധിക്കും എന്നതാണ് നമുക്ക് ഈ ഒരു ഉപകരണത്തിന്റെ സവിശേഷത. നമുക്ക് നിഷ്പ്രയാസം നമ്മുടെ ക്ലാസ് റൂമിൽ ഉപയോഗിക്കാനും സാധിക്കും. ഈ ആശയത്തെ കാണുന്ന കാഴ്ചയുമായി കുട്ടിക്ക് കൃത്യമാക്കി കൊടുക്കുവാൻ, അനായാസേന വിശദീകരിക്കുവാനും സൗകര്യമാണ്. ഒറ്റ കാര്യം മാത്രമേ ഇതിൽ അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. നമ്മൾ നിൽക്കുന്ന സ്ഥാനത്തിനനുസരിച്ച് എവിടെയാണോ വടക്ക്, ആ ഭാഗത്തേക്ക് തന്നെ ഈ ഗ്ലോബിന്റെ വടക്ക് സെറ്റ് ചെയ്ത് വെക്കണം എന്നത് മാത്രമാണ് ഈ ഉപകരണങ്ങളുടെ ഉപയോഗിക്കുന്നതിന് സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം. നമ്മുടെ പാഠപുസ്തകത്തിൽ സൗരയൂഥത്തെ മുഴുവനായും പ്രതിപാദിക്കുന്ന ഒട്ടനവധി സന്ദർഭങ്ങളുണ്ട്. ശാസ്ത്ര പുസ്തകത്തിലും അതുപോലെ തന്നെ സാമൂഹ്യശാസ്ത്ര പുസ്തകത്തിലും ഈ സന്ദർഭങ്ങൾ ധാരാളമുണ്ട്. സൗരയൂഥം നമ്മുടെ കാഴ്ചയിൽ, ഭൂമിയിലേക്ക് നമ്മുടെ സൗരയൂഥം കാണുന്ന സമയത്ത് ആകാശത്ത് നോക്കിയാണ്, തലയ്ക്ക് മുകളിലൂടെ ഉള്ള പ്രദേശത്ത് നോക്കിയാണ് ചൊവ്വയെയും ബുധനെയും അതുപോലെ തന്നെ മറ്റു ഗോളങ്ങളെയും, വ്യാഴം, ശനി തുടങ്ങിയ ഗോളങ്ങളെയെല്ലാം നമ്മൾ കാണാൻ ശ്രമിക്കാറുണ്ട്. ഇതിനുവേണ്ടി സഹായിക്കുന്ന ഒട്ടനവധി സംവിധാനങ്ങൾ, സോഫ്റ്റ്വെയർ സംവിധാനങ്ങളുണ്ട്, ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് കണ്ടെത്താനുള്ള സംവിധാനങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വഴിയെ സംസാരിക്കാം. ഏതായാലും സൗരയൂഥത്തെ, അവയുടെ ചലനവും അവരുടെ ആ സൗരയൂഥത്തിന്റെ നിൽപ്പും യഥാർത്ഥത്തിൽ പ്രതിപാദിക്കേണ്ട സാഹചര്യങ്ങൾ ക്ലാസ് റൂമിൽ വരുമ്പോഴാണ് ഇത്തരം ഒരു ഉപകരണം നമ്മളെ സഹായിക്കാൻ എത്തുന്നത്. ഇത് സൂര്യൻ, സൗരയൂഥത്തിലെ മറ്റെല്ലാ ഗോളങ്ങളും സൂര്യനെ വരം വെച്ചുകൊണ്ടിരിക്കുന്ന ഗോളങ്ങളാണ്. വിവിധ സമയങ്ങളിൽ സൗരയൂഥത്തിന്റെ വിവിധ ഗോളങ്ങൾ വിവിധ സ്ഥാനത്ത് വരുന്നതിന്റെ ചിത്രീകരണമാണ്. ഈ സ്ഥാനങ്ങൾ വരുന്നത് എങ്ങനെയെന്നാണ് ഈ ഉപകരണത്തിലൂടെ കാണിക്കാൻ സാധിക്കുന്നത്. ഇത് ബുധൻ,
ശുക്രൻ, ഭൂമി, ചൊവ്വ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ബുധൻ സൂര്യനെ കറങ്ങുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് എന്ന ഈ രൂപത്തിലുള്ള ചലനം. അതുപോലെ തന്നെ ശുക്രൻ സൂര്യന് ചുറ്റും കറങ്ങുന്ന പാത നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഭൂമി എങ്ങനെയാണ് സൂര്യന് ചുറ്റും കറങ്ങുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചൊവ്വ, ഭൂമിയിൽ നിൽക്കുന്ന നാം കാണുന്ന സൂര്യനോടൊപ്പം ആകാശത്ത് കാണുന്ന വിവിധ ഗോളങ്ങളുടെ യഥാതല ഒരു അനുഭവം കാണുന്ന കാഴ്ചയുമായി പൊരുത്തപ്പെടുത്തി അധ്യാപകനെ വിശദീകരിക്കാനും കുട്ടിക്ക് മനസ്സിലാക്കാനും ഇത്തരം ഒരു ഉപകരണം നമ്മൾ ക്ലാസ് റൂമിൽ അവതരിപ്പിക്കുമ്പോൾ സൗകര്യമായിരിക്കും. പക്ഷെ നമ്മുടെ പാഠപുസ്തകത്തിന് ഒരു പരിമിതിയുണ്ട്. പാഠപുസ്തകത്തിന്റെ പേജുകളിൽ സൗരയൂഥത്തിന്റെ ചിത്രങ്ങൾ കൊടുക്കുമ്പോഴും നാം പ്രയോജനപ്പെടുത്തുന്ന തിരശ്ചീനമായ ഒരു തലമാണ്. അത് പാഠപുസ്തകത്തിലെ താളുകൾക്കുള്ള ഒരു പരിമിതിയാണ്. ആ പരിമിതിയെ മറികടക്കാൻ അധ്യാപകർ പ്രാപ്തരാകുന്നത് ഇത്തരം ഉപകരണങ്ങളുടെ സഹായത്തോടെയായിരിക്കും. ആശയങ്ങളുടെ വ്യക്തമായ ഒരു ധാരണ കുട്ടികളിലേക്ക് എത്തിക്കാൻ ചെറിയ കാലം മുതൽ തന്നെ ഇത്തരം കൃത്യമായ കാഴ്ചയും നാം പറയുന്ന ആശയവും പൊരുത്തപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരം ഉപകരണങ്ങളാണ് അധ്യാപകനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഇതുവരെ നമ്മൾ വിശദീകരിച്ചത് തലവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. ഓരോ ഗോളങ്ങളുടെയും തലം ഏത് രീതിയിലാണ്, നമ്മുടെ കാഴ്ച എപ്രകാരമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഓരോ ഗോളങ്ങളുടെയും വലുപ്പത്തിൻ്റെ താരതമ്യവും. കാരണം ഗ്രഹണത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഗോളങ്ങളുടെ നിഴലുകൾ എപ്രകാരമാണ് മറ്റൊരു ഗോളത്തെ ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ സൗരയൂഥത്തിലെ എല്ലാ ഗോളങ്ങളുടെയും സൈസ് അല്ലെങ്കിൽ വലുപ്പത്തെക്കുറിച്ചുള്ള ഒരു സാമാന്യ ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. അത് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണിത്. ഇതിലെ കണക്കുകൾ എടുത്തിട്ടുള്ളത് ഗലീലിയോ ലിറ്റിൽ സയന്റിസ്റ്റിൽ സൂചിപ്പിച്ച രീതിയിലാണ്. ഭൂമിയുടെ വ്യാസം 1 സെന്റിമീറ്റർ എന്ന് കണക്കാക്കിയാണ് ബാക്കി എല്ലാത്തിൻ്റെയും അളവെടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഭൂമി 1 സെന്റിമീറ്റർ വ്യാസമാണ് ഭൂമിക്കുള്ളത്. അത്ര വ്യാസം ഭൂമിക്കുണ്ടെങ്കിൽ ചന്ദ്രൻ എത്ര വലുപ്പം ഉണ്ടായിരിക്കും, ബുധൻ എത്ര വലുപ്പം ഉണ്ടായിരിക്കും, ശുക്രൻ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അപ്പോൾ ഭൂമി 1 സെന്റിമീറ്റർ വ്യാസമാണെങ്കിൽ മറ്റ് ഗോളങ്ങളുടെ അളവുകൾ എത്രയായിരിക്കും? ആ വലുപ്പത്തിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഓരോ ഗോളവും ഇത്ര വലുപ്പം വീതമാണെങ്കിൽ സൂര്യൻ എത്ര ഉണ്ടായിരിക്കും എന്ന് കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതാ ഇവിടെ നോക്കൂ. ഈ പറഞ്ഞ രീതിയിലാണ് ഇവയുടെ അളവെങ്കിൽ സൂര്യൻ 1/10 വ്യാസത്തിലാണ് ഉണ്ടാക്കേണ്ടത്. ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൂര്യൻ എത്ര വലിയ ഗോളമാണെന്ന്. പലപ്പോഴും പാഠപുസ്തകത്തിൽ ഗ്രഹണം ചിത്രീകരിക്കാൻ നമ്മൾ വരയ്ക്കാറുള്ളത് 3 ഗോളങ്ങൾ ഏകദേശം ഒരേ വലുപ്പത്തിലായിരിക്കും. എന്നാൽ ഇവിടെ ഭൂമി വരയ്ക്കേണ്ട വലുപ്പം, ചന്ദ്രനെ വരയ്ക്കേണ്ട വലുപ്പം, ആ രീതിയിൽ സൂര്യനെ വരയ്ക്കേണ്ട വലുപ്പം എത്രയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് സൂര്യനെ വരുന്ന രശ്മികളെ പലപ്പോഴും പല ഗോളങ്ങൾക്കും മറ്റൊരു ഗോളത്തിൽ എത്തുന്നത് തടയാൻ സാധിക്കാതെ വരുന്നത്. ഇത്തരത്തിൽ ഒരു ഉപകരണം നിർമ്മിക്കുകയാണെങ്കിൽ സൗരയൂഥത്തിലെ ഗോളങ്ങളുടെ വലുപ്പത്തെ താരതമ്യം ചെയ്യാൻ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് സാധിക്കും. ഗ്രഹണവുമായി ബന്ധപ്പെട്ട 2 ആശയങ്ങൾ വിനിമയം ചെയ്യാനുള്ള ഉപകരണമാണ് ഇത്. ഒന്ന്, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും സംഭവിക്കുന്നത് എങ്ങനെ. 2, എന്തുകൊണ്ട് എല്ലാ മാസവും ഇത്തരത്തിൽ ഗ്രഹണം സംഭവിക്കുന്നില്ല. ഈ ഉപകരണത്തിൽ നടുക്ക് നമുക്ക് കാണുന്നത് ഭൂമിയാണ്, ഒരു വശത്ത് ചന്ദ്രൻ, ഈ ഭാഗത്ത് കാണുന്നത് സൂര്യനെയാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നു. ഈ പരിക്രമണം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കും. നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ചന്ദ്രൻ പരിക്രമണം ചെയ്ത് ഈ ഭാഗത്ത് വരുമ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനാൽ സൂര്യൻ മറയ്ക്കപ്പെടുന്നു. ഈ 2 ആശയങ്ങളും വെച്ചുകൊണ്ട് എങ്ങനെയാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്, എങ്ങനെയാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് എന്ന് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായും കുട്ടികൾക്കുണ്ടാകുന്ന ഒരു സംശയമാണ്,
ഓരോ തവണ ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോഴും സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും സംഭവിക്കുന്നില്ലേ എന്ന്. എന്തുകൊണ്ടാണ് എല്ലാ മാസവും ഇത്തരത്തിൽ ഗ്രഹണം സംഭവിക്കാത്തത്? അപ്പൊ അവിടെ നമ്മൾ വ്യക്തമാക്കി കൊടുക്കേണ്ട ഒരു ആശയമാണ്, ഭൂമിയുടെ പരിക്രമണ തലത്തിൽ നിന്ന് അല്പം ചെരിഞ്ഞാണ് ചന്ദ്രന്റെ പരിക്രമണ തലം. അപ്പൊ ആ ചെരിവ് നമുക്ക് ഈ ഉപകരണത്തിൽ തന്നെ കാണിക്കാൻ സാധിക്കും. ഇങ്ങനെ വരുമ്പോൾ ഭൂമിയുടെ പരിക്രമണ തലം സൂര്യൻ ചുറ്റുമുള്ളത്, അതിൽ നിന്ന് അല്പം ചെരിഞ്ഞുകൊണ്ട് ചന്ദ്രന്റെ പരിക്രമണ തലം. അങ്ങനെ വരുമ്പോൾ ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നുണ്ടെങ്കിലും ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കാതെ പോകും. അതുപോലെ തന്നെ ചന്ദ്രനും സൂര്യനും ഇടയിൽ ഭൂമി വരുന്നുണ്ടെങ്കിലും പലപ്പോഴും ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കാതെയും പോകും. ഇതിന് കാരണം ചന്ദ്രന്റെ പരിക്രമണ തലത്തിലെ ഈ ചെരിവാണ്. ഈ ചെരിവ് ഉണ്ടായിരുന്നില്ലെങ്കിൽ എല്ലാ മാസവും ഒരു തവണ സൂര്യഗ്രഹണവും ഒരു തവണ ചന്ദ്രഗ്രഹണവും സംഭവിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ തലത്തിന്റെ ചെരിവ് കാണിക്കുമ്പോൾ നമുക്ക് കൃത്യമായും ഭൂമിയുടെ പരിക്രമണ തലവും ചന്ദ്രന്റെ പരിക്രമണ തലവും ഖണ്ഡിക്കുന്ന 2 പോയിന്റുകൾ പഠിപ്പിക്കാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ആ പോയിന്റുകളിൽ ഒരേ രേഖയിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും വരുമ്പോൾ മാത്രമാണ് ഗ്രഹണം സംഭവിക്കുന്നത്. ഈ ഗ്രഹണവുമായി ബന്ധപ്പെട്ട ആശയം തലത്തിന്റെ ചെരിവുമായി വളരെ എളുപ്പത്തിൽ ഈ ഉപകരണം ഉപയോഗിച്ച് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. ആശയങ്ങളുമായി ബന്ധപ്പെട്ട് 6ാം ക്ലാസ്സിലെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് വൃത്തിക്ഷയങ്ങൾ. നമ്മുടെ 6ാം ക്ലാസ്സിൽ അതിന്റെ പ്രവർത്തനങ്ങൾ വിശദമായി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഭൂരിഭാഗം അധ്യാപകരും ചില പ്രയാസങ്ങൾ നേരിടുന്നതായി പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ വൃത്തിക്ഷയങ്ങളെ വളരെ അനായാസേന കുട്ടികളിലേക്ക് എത്തിക്കുവാനും മനസ്സിലാക്കുവാനും അധ്യാപകർക്ക് അത് വിശദീകരിക്കുവാനും പര്യാപ്തമായ ഒരു ഉപകരണം നമുക്ക് അത്യാവശ്യമായ ഒരു ഘട്ടമാണ്. ഈ ഉപകരണം നോക്കൂ. ഇത് വിശദീകരിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വൃത്തിക്ഷയം നമ്മൾ വിശദീകരിക്കുന്ന സമയത്ത് പടിഞ്ഞാറ് സൂര്യൻ ഇറങ്ങുന്ന സമയം, അതായത് സന്ധ്യാസമയത്തെ ആസ്പദമാക്കി വിശദീകരിക്കുന്നതാണ് കുറേ കൂടി അധ്യാപകർക്ക് സൗകര്യപ്രദവും മാത്രമല്ല കുട്ടികളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ എളുപ്പവും. ഈ ഒരു ഉപകരണത്തിൽ ചന്ദ്രൻ വിവിധ സ്ഥാനങ്ങളിൽ, ആകാശത്ത് കാണുന്ന സ്ഥാനങ്ങളിലുള്ള കാഴ്ചകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പടിഞ്ഞാറ് സൂര്യൻ ഇവിടെ ഈ ഭാഗം പടിഞ്ഞാറും ഇത് കിഴക്കും എന്ന സങ്കല്പത്തിലാണ് ഈ ഉപകരണം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പടിഞ്ഞാറ് സൂര്യൻ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് സൂര്യ വെളിച്ചം ഇവിടെ നിന്ന് ചന്ദ്രന് പതിയുന്നു. ഭൂമിയിൽ നമ്മൾ നിന്ന് നോക്കുന്ന സ്ഥാനമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് സൂര്യവെളിച്ചം കാരണം പകുതി ഭാഗം ചന്ദ്രന്റെ പ്രകാശിതവും പകുതി ഭാഗം പ്രകാശിതമല്ലാത്ത ഭാഗവും ഉണ്ട്. നമുക്കറിയാം, ഏതൊരു ആകാശഗോളത്തിനും പ്രകാശം പതിക്കുന്ന ഭാഗം പകലും മറുഭാഗം രാത്രിയുമാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ വൃത്തിക്ഷയം വിശദീകരിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് ഈ പ്രകാശിത ഭാഗവും പ്രകാശം തട്ടാത്ത ഭാഗവും തമ്മിലുള്ള കമ്പാരിസൺ തന്നെയാണ്. ആദ്യത്തെ ദിവസം പ്രകാശം സൂര്യൻ ഇവിടെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ചന്ദ്രൻ പ്രകാശം തട്ടി ചന്ദ്രന്റെ പ്രകാശിതമല്ലാത്ത ഭാഗം, പ്രകാശം തട്ടാത്ത ഭാഗം അല്ലെങ്കിൽ ഇരുട്ട് ഉള്ള ഭാഗം ഭൂമിയിൽ നിന്ന് നോക്കിക്കാണുന്നു. ഇതാണ് നാം പറയുന്ന കറുത്ത ഭാഗം. അല്ലെങ്കിൽ അന്ന് നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയുകയില്ല. അതാണ് നാം കറുത്ത ഭാഗം എന്ന് പറയുന്നത്. 2-3 ദിവസങ്ങളിൽ ചന്ദ്രൻ കുറേശ്ശെ ഭൂമിയെ പരിക്രമണം ചെയ്തതിന്റെ ഫലമായി ഉയർന്നു പൊങ്ങി ഒരു ദിവസം, ഒരു 3-ാം ദിവസം എന്നുള്ള രൂപത്തിൽ ഇവിടെ എത്തുന്നു. ഇങ്ങനെ എത്തുന്ന സമയത്തുള്ള കാഴ്ച എന്താണ്? സന്ധ്യയ്ക്ക് സൂര്യൻ ഇവിടെ തന്നെയാണ്, പ്രകാശം തട്ടുന്ന ഭാഗം ഇരുട്ടുള്ള ഭാഗം. ഭൂമിയിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ ചന്ദ്രന്റെ അല്പം പ്രകാശം തട്ടുന്ന ഭാഗം ഇവിടെ നിന്ന് നോക്കിക്കാണുന്നതാണ്. ഇവിടെ 1-ാം പിറ, 2-ാം പിറ, ഇത് ഏകദേശം 3-ാം പിറ ചന്ദ്രന്റെ അവസ്ഥയാണ് കാണുന്നത്. വീണ്ടും ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരേ സമയം വൈകുന്നേരം നമ്മൾ ചന്ദ്രനെ നിരീക്ഷിക്കുന്ന സമയത്ത് വൈകുന്നേരം 6 മണിക്ക് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ചന്ദ്രന്റെ സ്ഥാനം ഇവിടെയായിരിക്കും. 7-ാം ദിവസമാണ് ചന്ദ്രന്റെ സ്ഥാനം ഇവിടെ എത്തുന്നത്. അന്നേ ദിവസം ഉള്ള ചന്ദ്രന്റെ കാഴ്ച എങ്ങനെയായിരിക്കും? പകുതി ഭാഗം സൂര്യവെളിച്ചം തട്ടി പ്രകാശിതമായി കാണുന്നു. പ്രകാശം തട്ടാത്ത കറുത്ത ഭാഗം, ഇരുണ്ട ഭാഗം, പ്രകാശം ഈ സമയത്ത് പ്രകാശം കാണാത്ത രാത്രി ഭാഗത്തെ ഈ ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും. ഭൂമിയിൽ നിന്നുള്ള നിരീക്ഷണം കാരണം ഇവിടെ നിന്ന് നോക്കിക്കാണുമ്പോൾ എന്താണ്? പകുതി വെളുപ്പും പകുതി കറുപ്പും കാണുന്നു. ഇതാണ് നമ്മുടെ അർദ്ധചന്ദ്രൻ എന്ന് പറയുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ
ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് ചായുന്നു. സന്ധ്യാസമയത്ത് സൂര്യൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ എത്തുന്ന ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഇത്രയുണ്ട്, കറുത്ത ഭാഗം ഈ ഭാഗത്തുണ്ട്. ഇവിടുന്ന് നോക്കുമ്പോൾ കൂടുതൽ പ്രകാശിത ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ എത്തുമ്പോൾ എന്താണ്, 14-ാം ദിവസം ഇവിടെ എത്തുന്ന ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നു. അതുകൊണ്ട് അന്ന് നമ്മൾ കാണുന്ന ചന്ദ്രനെ പൗർണമി ചന്ദ്രൻ എന്ന് പറയുന്നു. ഈ ഉപകരണം എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്ന്, ക്ലാസ് റൂമിൽ എങ്ങനെയാണ് അവതരിപ്പിക്കുക എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് തന്നെ ഓരോ കുട്ടിയുടെയും കയ്യിൽ വെച്ചുകൊണ്ട് അവന്റെ കാഴ്ചകളെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഉപകരണത്തെ ഇത് രൂപത്തിൽ കുട്ടിക്ക് ഉപയോഗിക്കാൻ കഴിയും. ഈ കുട്ടി പടിഞ്ഞാറ് സൂര്യനെ കാണുന്ന ഈ അവസ്ഥയിലുള്ള സൂര്യൻ ഇറങ്ങി നിൽക്കുമ്പോൾ ഈ അവസ്ഥയിലുള്ള ചന്ദ്രനെ കാണുന്ന 1-ാം ദിവസം എന്താണ് കാണുന്നത് എന്ന് നോക്കുക. കുട്ടിക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്, കറുത്ത, അതായത് പ്രകാശം തട്ടാത്ത, ഇപ്പോൾ പ്രകാശം പതിക്കുന്നത് ഈ ഭാഗത്താണ്, വെളുത്ത ഭാഗം. പ്രകാശം തട്ടാതെ കിടക്കുന്ന ഈ കറുത്ത പ്രദേശമാണ് ചന്ദ്രൻ്റെത് ഈ കുട്ടിക്ക് അഭിമുഖമായി വരുന്നത്. ഇതിനെയാണ് കുട്ടി കറുത്ത വാവ് അല്ലെങ്കിൽ ഭൂമിയിലിരിക്കുന്ന നമ്മൾ കറുത്ത വാവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അമാവാസി എന്ന് പറയുന്നത്. ഈ അമാവാസി ദിവസം നമ്മൾ നോക്കൂ, സൂര്യൻ ഇവിടെ, സൺ, മൂൺ, എർത്ത്, അല്ലെങ്കിൽ എർത്ത്, മൂൺ, സൺ, EMS എന്ന ഓർഡറിലായിരിക്കും അമാവാസി ദിവസം നമുക്ക് ചന്ദ്രന്റെ സ്ഥാനം വരുന്നത്. 1-ാം പിറ ചന്ദ്രൻ പിറ്റേ ദിവസമാകുമ്പോഴേക്കിനെ ചന്ദ്രൻ കുറച്ചും കൂടി പരിക്രമഫലമായി ഇവിടെ എത്തിയിരിക്കും. ഒരല്പം പ്രകാശിത ഭാഗം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് 1-ാം പിറ ചന്ദ്രൻ. നോക്കൂ, ഇവിടെ ഒന്നും കൂടി അധ്യാപകന് വിശദീകരിക്കാൻ സാധിക്കും. 1-ാം പിറ ചന്ദ്രന്റെ കാഴ്ച തോണി പോലെ പടിഞ്ഞാറ് ഭാഗത്താണ് കാണുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഒരു 3-ാം ദിവസം ആകുമ്പോഴേക്കിനെ ചന്ദ്രൻ പരിക്രമണം ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പൊ ചന്ദ്രന്റെ പരിക്രമണ ദിശ പടിഞ്ഞാറുന്ന് കിഴക്കോട്ടെ എന്നതിലൂടെ കാണിക്കാൻ പറ്റും. ഇവിടെ എത്തുന്ന ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഒരല്പം ഈ കുട്ടി കാണുന്നു. അതിനെ ഒരു 4-ാം പിറ അല്ലെങ്കിൽ 3-ാം പിറയുടെ സ്ഥാനത്തിന്റെ കാഴ്ചയാണ് കാണുന്നത്. 7-ാം ദിവസത്തെ കാഴ്ച തലയ്ക്ക് മുകളിലാണ് ഈ കുട്ടി കാണുന്നത്. സന്ധ്യാസമയത്ത് തലയ്ക്ക് മുകളിലാണ് ചന്ദ്രന്റെ സ്ഥാനം. ആ സമയത്ത് പ്രകാശിത ഭാഗം ഇവിടെ, കറുത്ത ഭാഗം ഇവിടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ താഴെ നിന്ന് നോക്കി കാണുന്ന നമ്മൾ ഭൂമിയിലുള്ള എല്ലാ കുട്ടികളും, എല്ലാ ആളുകളും കാണുന്നത് ഇത്ര താഴെ ഭാഗം, ഇത്ര ഭാഗമാണ് താഴേക്ക് കാണുന്നത്. അതാണ് അർദ്ധചന്ദ്രൻ. ഇനിയുള്ള കാഴ്ച കാണാൻ വേണ്ടി ഈ കുട്ടി നേരെ ഇപ്പുറത്തേക്ക് തിരിയേണ്ടതുണ്ട്. ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കിഴക്കോട്ട് ചായുന്ന, പരിക്രമഫലമായി കിഴക്ക് ഭാഗത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രൻ 7+3 ഏകദേശം ഒരു 10-ാം ദിവസം ആവുമ്പോഴേക്കന്നെ എത്തുന്ന ഒരു സ്ഥാനമാണിത്. പ്രകാശിത ഭാഗം കൂടുതലായി ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണുന്നു. 14-ാം ദിവസം ചന്ദ്രൻ കൃത്യം കിഴക്ക് ഭാഗത്തെത്തുന്നു പരിക്രമഫലമായി. ഇപ്പോൾ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നു. ഇങ്ങനെ കാണുന്നത് പൗർണമി എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ഒരു സംശയം, ഇവിടെ സ്ഥാനം നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രകാശിക്കുന്ന സൂര്യൻ അവിടെ, ഇവിടെ ഭൂമി, ഇത് ചന്ദ്രൻ, M, മൂൺ, എർത്ത്, സൺ, MES. ഇങ്ങനെ വരുന്ന സമയത്ത് പൗർണമിയാണ് കാണുന്നത്. പൗർണമി ദിവസം എന്താണ് കാണുന്നത്, ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിഞ്ഞ് ഒരുപക്ഷെ ചന്ദ്രനെ കാണാൻ സാധിക്കാത്ത സാധ്യതകൾ വരാറുണ്ട്. ഇതിനെയാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. അപ്പൊ പൗർണമി നാളിൽ മാത്രമേ ചന്ദ്രഗ്രഹണം നടക്കുകയെന്നും അമാവാസി നാളിൽ മാത്രമേ സൂര്യഗ്രഹണം നടക്കാൻ സാധിക്കുകയുള്ളൂ എന്നും വളരെ അനായാസം നമുക്കത് വിശദീകരിക്കാൻ സാധിക്കും. ഇവിടെ ഒരു സംശയം കുട്ടിക്കും അധ്യാപകനും അറിയേണ്ടതുണ്ട്. എല്ലാ പരിക്രമണ സമയത്തും എന്തുകൊണ്ട് ഗ്രഹണങ്ങൾ നടക്കുന്നില്ല എന്ന് മുന്നേ നമ്മളൊരു വീഡിയോയിൽ വിശദീകരിച്ചതാണ്, ഉപകരണത്തിന്റെ സഹായത്തോടെ വിശദീകരിച്ചതാണ്. വളരെ ഇത്തരം ഉപകരണങ്ങൾ എങ്ങനെയാണ് ഒരു അധ്യാപകനെ ആത്മവിശ്വാസത്തോടു കൂടി ഒരാശയം കുട്ടികളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് എന്നതിന്റെ ഒരു ഉത്തമമായ തെളിവാണ് ഈ ഉപകരണം. സാമൂഹ്യശാസ്ത്രത്തിൽ ഭൂമിയിലെ നിർദ്ദേശാങ്കങ്ങളെ കുറിച്ച് 2 തരം രേഖകൾ പഠിക്കുന്നതിനുണ്ട്. അക്ഷാംശ രേഖകളെയും രേഖാംശ രേഖകളെയും. ഈ അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും എങ്ങനെയാണ് ഭൂമിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്, എങ്ങനെയാണത് വരയ്ക്കുക എന്നതും നമ്മൾ പഠിപ്പിക്കേണ്ടതും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നോക്കൂ, ഈ ഉപകരണം അതിനാണ് നമ്മളെ സഹായിക്കുന്നത്. ഉദാഹരണത്തിന് അക്ഷത്തെ അംശിക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ. എന്ന് വെച്ചാൽ അക്ഷത്തെ അംശിക്കുന്ന ഡിഗ്രികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഒരു പ്രൊട്രാക്ടറിൽ എങ്ങനെയാണ് നമ്മളിത് രേഖപ്പെടുത്തിയിരുന്നത് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 0 ഡിഗ്രി എന്ന ഭാഗത്തിൽ ഈ ഒരു സ്ഥലത്ത് ഇവിടെ ഒരു ബോൾ പേനയോ മാർക്കർ പേനയോ വെച്ച് ഈ ഉപകരണത്തിൽ നിന്നും ഈ ഒരു സ്ട്രിപ്പിനെ ഇങ്ങനെ കറക്കുകയോ അല്ലെങ്കിൽ ഈ ഭൂമിയെ ഒന്ന് കറക്കുകയോ ചെയ്താൽ ഇവിടെ ഈ ഗ്ലോബിൽ ഉണ്ടാവുന്ന രേഖയാണ് 0 ഡിഗ്രി അക്ഷാംശ രേഖ. അതുപോലെ തന്നെ 10 ഡിഗ്രി, അതായത് കേന്ദ്രത്തിൽ നിന്ന് 0 ഡിഗ്രി എന്നർത്ഥം, ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് 0 ഡിഗ്രി എന്നർത്ഥം. അതുപോലെ 10 ഡിഗ്രി, ഭൂമിയുടെ ഉള്ളിൽ നിന്ന് 10 ഡിഗ്രി കോണളവിൽ ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥാനത്ത് നമ്മുടെ ഒരു പെൻസിൽ വെച്ചുകൊണ്ട് ഈ ഒരു പന്തിനുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഗ്ലോബിലുണ്ടാക്കുന്ന രേഖയെയാണ് 10 ഡിഗ്രി അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 90 ഡിഗ്രി വരെയും നമുക്ക് അടയാളപ്പെടുത്തും. 90 ഡിഗ്രിയിൽ ഒരു പേന വെച്ചാൽ ഉണ്ടാകുന്നത് ഒരു ബിന്ദു മാത്രമായിരിക്കും, ധ്രുവപ്രദേശങ്ങൾ എന്ന് പറയും. അതുപോലെ തന്നെ ഉത്തരഭാഗത്തേക്കും ദക്ഷിണഭാഗത്തേക്കും ഇതേപോലെ അക്ഷാംശ രേഖകളെ നമുക്ക് സങ്കല്പിക്കാം, നമുക്ക് വരയ്ക്കാനും സാധിക്കും. അപ്പൊ എങ്ങനെയാണ് അക്ഷാംശ രേഖകൾ ഗ്ലോബിൽ അടയാളപ്പെടുത്തുന്നത് എന്ന് ക്ലാസ് റൂമിൽ ഒരു ഗ്ലോബിന്റെയോ അല്ലെങ്കിൽ ഒരു വലിയ പന്തിന്റെയോ സഹായത്തോടെ വിശദമാക്കാൻ വേണ്ടിയുള്ള ഒരു സാധ്യതയാണിത്. ഈ ഉപകരണത്തിൽ തന്നെ എങ്ങനെയാണ് ഒരു രേഖാംശ രേഖയെ പറയുക എന്നുകൂടി നമ്മൾ അറിയണം. നോക്കൂ, ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ ധ്രുവത്തിൽ നിന്നുകൊണ്ട് ഉത്തര ധ്രുവത്തിനെയും ദക്ഷിണ ധ്രുവത്തിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂമിക്ക് ചുറ്റും സങ്കല്പിക്കാവുന്ന രേഖകളെയാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ആ രേഖകൾ വരയ്ക്കുവാൻ വേണ്ടി ഒരു പെൻസിലോ പേനയോ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് ശ്രമിച്ചാൽ തന്നെ കുട്ടിക്ക് അത് വ്യക്തമായി ബോധ്യപ്പെടും. ഈ രേഖയെ 0 ഡിഗ്രി രേഖാംശമാവുന്നത് എങ്ങനെയാണ് എന്ന്, അതാണ് 0 ഡിഗ്രി രേഖാംശ രേഖയിൽ ഭൂമിയെ രണ്ടാക്കി മുറിച്ചതിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 0 ഡിഗ്രി രേഖാംശ രേഖ. ഇനി അവിടുന്ന് 10 ഡിഗ്രി 20 ഡിഗ്രി അങ്ങനെ മാറ്റം വരുമ്പോൾ എങ്ങനെയാണ് ആ മുറിച്ച കഷ്ണങ്ങളാക്കുക എന്നതാണ് ഇതിലൂടെ വിശദീകരിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ വിശദീകരിച്ചതുപോലെ 0 ഡിഗ്രി അക്ഷാംശ രേഖയെ 0 ഡിഗ്രിയിൽ വെച്ച് മുറിച്ചാൽ ഉണ്ടാകുന്ന ഒരു അർദ്ധഗോളമാണിത്. ഇതുപോലെ മറ്റൊരു അർദ്ധഗോളം മുകളിലുണ്ട്. 10 ഡിഗ്രി അക്ഷാംശത്തിലാണ് നമ്മൾ മുറിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ച് താഴെ വെച്ചുകൊണ്ട് നമ്മൾ ഇതിനെ ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ ഉള്ള ഒരു പീസ് താഴെ ഭാഗത്ത് കിട്ടും. അതെങ്ങനെയാണ് 10 ഡിഗ്രി അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും എന്ന അമൂർത്തമായ ഈ ആശയത്തെ വരയ്ക്കാനും അതുപോലെ തന്നെ എങ്ങനെയാണെന്ന് സ്വയം ബോധ്യപ്പെടുത്താനും പറ്റുന്ന സഹായകമാവുന്ന അധ്യാപകന്റെ വലിയ സഹായകമാവുന്ന ഒരു ഉപകരണമാണിത്. 5ാം ക്ലാസ്സിലെ ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് 2 തരം കൃത്രിമ ഉപഗ്രഹങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒരു കൃത്രിമ ഉപഗ്രഹമാണ് ഈ ഉപകരണത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ഇത് ഭൂസ്ഥിര ഉപഗ്രഹമാണ്. ഉപഗ്രഹത്തിന്റെ പരിക്രമണ സമയവും ഭൂമിയുടെ ഭ്രമണ സമയവും തുല്യമായതിനാൽ എല്ലാ സമയത്തും ഭൂമിയിൽ നിന്ന് ഒരേ സ്ഥാനത്ത് തന്നെ ഉപഗ്രഹത്തെ കാണാൻ സാധിക്കുന്നു. ഈ ഉപകരണത്തിന്റെ പ്രവർത്തനം ഒന്ന് പരിശോധിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാ സമയത്തും ഭൂമിയുടെ ഒരേ സ്ഥാനത്തിന് മുകളിലായി ഉപഗ്രഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ഉപഗ്രഹത്തെ ഭൂസ്ഥിര ഉപഗ്രഹം എന്ന് പറയുന്നത്. മറ്റൊരു ഉപഗ്രഹം, കൃത്രിമ ഉപഗ്രഹം ശ്രദ്ധിക്കുക. ഇത് പോളാർ സാറ്റലൈറ്റ് ആണ്. ഇത് ധ്രുവങ്ങളിലൂടെയാണ് ഇതിന്റെ പരിക്രമണ പാത വരുന്നത്. ഈ ഉപഗ്രഹത്തിന്റെ പ്രവർത്തനം ശ്രദ്ധിച്ചാൽ നമുക്ക് ഭൂസ്ഥിര ഉപഗ്രഹത്തിൽ നിന്നുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഉപഗ്രഹം പരിക്രമണം ചെയ്യുന്നത് ധ്രുവങ്ങൾക്ക് ചുറ്റുമായിട്ടാണ്. വീഡിയോ ശ്രദ്ധിച്ചല്ലോ. ജ്യോതിശാസ്ത്ര പാഠഭാഗങ്ങൾ സൂക്ഷ്മാസൂത്രണം ചെയ്ത് അനുയോജ്യമായ പഠനോപകരണങ്ങളുടെ പിൻബലത്തോടെ ക്ലാസ് മുറികളിൽ നടപ്പിലാക്കിയാൽ നമ്മുടെ കുഞ്ഞുമക്കളിൽ എന്ത് മാറ്റമാണ് ദൃശ്യമാവുക? ഓരോ കുട്ടിയുടെയും ജ്യോതിശാസ്ത്ര സംബന്ധമായ അറിവ് ആധികാരികമായിരിക്കും. കുട്ടികൾ എപ്പോഴും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരായിരിക്കും. പഠന തെളിവുകളുടെ പിൻബലത്തോടെ എപ്പോഴും എവിടെയും കാര്യങ്ങൾ അവതരിപ്പിക്കും. പ്രശ്നങ്ങളെയും സന്ദർഭങ്ങളെയും വിമർശനാത്മകമായി ചോദ്യം ചെയ്യാൻ കഴിയും. എപ്പോഴും ശാസ്ത്രാവബോധമുള്ളവരായിരിക്കും. ജ്യോതിശാസ്ത്ര പഠനം ഏതു തരത്തിലായിരിക്കണമെന്നാണ് ഈ സെഷനിൽ നാം ചർച്ച ചെയ്തത്. ക്ലാസ് മുറികളിലെ ജ്യോതിശാസ്ത്ര പഠനം എപ്രകാരമായിരിക്കണമെന്ന തെളിച്ചം നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് കരുതുന്നു.
ഈ സെഷനിലൂടെ ലഭിച്ച തെളിച്ചം ക്ലാസ് മുറികളിലെത്തുന്ന കുഞ്ഞുമക്കളിൽ അറിവിൻ്റെ വെളിച്ചമായി മാറണം. ഒരുപക്ഷെ ജ്യോതിശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ നമുക്കുണ്ടാകാം. ഇത്തരത്തിലുള്ള സംശയങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുകയും സംശയ നിവാരണം നടത്തുകയും ചെയ്യണം. എപ്പോഴും അറിവ് വളർത്തുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അറിവ് സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകന് മാത്രമേ അറിവ് നിർമ്മാണത്തിലേക്ക് കുട്ടിയെ നയിക്കുവാൻ കഴിയൂ. അതിന് കൃത്യമായ ആസൂത്രണം നമുക്ക് ആവശ്യമാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്: ഇഫ് യു ഫെയിൽ ടു പ്ലാൻ, യു പ്ലാൻ ടു ഫെയിൽ. കൃത്യമായ ആസൂത്രണത്തിലൂടെ പഠന നേട്ടങ്ങൾ പഠന പ്രവർത്തനങ്ങളായി കുഞ്ഞുങ്ങളിൽ എത്തിക്കുകയാണെങ്കിൽ ശാസ്ത്രാവബോധമുള്ള, ജ്യോതിശാസ്ത്ര അറിവിൽ ആധികാരികത പുലർത്തുന്ന ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയും. ശാസ്ത്രാവബോധമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമുക്കും പങ്കാളികളാകാം. പ്രിയ അധ്യാപകരെ, എല്ലാ കുട്ടികളും പഠന മികവുള്ളവരാവുക എന്ന ലക്ഷ്യം വെച്ചാണല്ലോ നാം പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നിർവഹിക്കുന്നത്. എന്നാൽ പഠന വേഗത കുറവുള്ള കുട്ടികൾ പലപ്പോഴും ഈ ലക്ഷ്യം കൈവരിക്കുന്നില്ല. അതിനാൽ പഠന പ്രവർത്തനത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഓരോ കുട്ടിയെയും കൃത്യമായി വിലയിരുത്തുകയും ആ കുട്ടികൾക്കെല്ലാം ആവശ്യമായ സന്ദർഭങ്ങളിൽ ഉചിതമായ പഠന പിന്തുണ നൽകുകയും വേണം. ഒരു പഠന പ്രവർത്തനത്തിൻ്റെ പ്രധാന ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, ഓരോ ഘട്ടത്തിലും ഏത് തരത്തിലുള്ള ഇടപെടലുകളാണ് നാം നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സെഷനിൽ സൂചിപ്പിക്കുന്നത്. പഠന പ്രവർത്തനത്തിൻ്റെ ആസൂത്രണം, നിർവഹണം, ക്രോഡീകരണം, തുടർ പ്രവർത്തനം, ഈ ഘട്ടങ്ങളിലെല്ലാം എങ്ങനെ നാം ഇടപെടണം, ഏതൊക്കെ തരത്തിലുള്ള പഠന പിന്തുണ അതാത് മേഖലകളിൽ നൽകണം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശാൻ ഈ സെഷൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 5ാം ക്ലാസ്സിലെ ആദ്യ പാഠഭാഗമായ സസ്യ വൈവിധ്യവുമായി ബന്ധപ്പെട്ട് സസ്യങ്ങളുടെ പ്രത്യേകത, അവയുടെ അനുകൂലനങ്ങൾ എന്നിവ തിരിച്ചറിയാൻ നടത്തുന്ന ഒരു ഫീൽഡ് ട്രിപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ സെഷനിലെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഈ സെഷനിലൂടെ സൂക്ഷ്മമായി കടന്നു പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഇന്നൊരു പച്ചക്കറിത്തോട്ടം സന്ദർശിക്കാൻ പോവുകയാണ്. എന്തൊക്കെ പച്ചക്കറികളാണ് ഉണ്ടാകുക തോട്ടത്തില്? ഓക്കെ, ഇഷ്ടംപോലെ പച്ചക്കറികൾ ഉണ്ടാവും. നമ്മൾ പോയിട്ട് അതിനെ നിരീക്ഷിക്കണം. അത് എങ്ങനെ വളരുന്നു അപ്പോൾ നിരീക്ഷിക്കണം. അപ്പോൾ എന്തൊക്കെയാ നമ്മൾ നിരീക്ഷിക്കുക? ഓക്കെ, നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കൂ. നോട്ട്ബുക്കിൽ അതൊന്ന് എഴുതൂ. നിങ്ങളുടെ നോട്ട്ബുക്കിൽ അതൊന്ന് എഴുതുക. എന്തൊക്കെയാണ് നിരീക്ഷിക്കേണ്ടത്? നമ്മൾ തോട്ടത്തിലേക്ക് ചെല്ലുന്നു, അവിടെ പല കാര്യങ്ങൾ കാണുന്നു, പല പച്ചക്കറികൾ കാണുന്നുണ്ട്. അതെല്ലാം നമ്മൾ നിരീക്ഷിക്കണം. എന്തൊക്കെയാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്? ഇന്നത്തെ പഠനയാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് നിരീക്ഷിക്കേണ്ടത്? പോകാൻ റെഡിയായല്ലോ? എല്ലാം എഴുതിയില്ലേ? എഴുതിയൊന്ന് വായിക്കാം. ആയിഷ ഒന്ന് വായിക്കും. ഏതെല്ലാം തരത്തിലുള്ള പച്ചക്കറികൾ ഉണ്ടെന്ന് നിരീക്ഷിക്കണം. ഓരോ പച്ചക്കറികളുടെയും പ്രത്യേകത എന്താണെന്ന്. പച്ചക്കറികൾക്ക് വളരാൻ ആവശ്യമായ മണ്ണ്, സ്ഥലം, കാലാവസ്ഥ എന്നിവ. ഓരോ പച്ചക്കറികളുടെയും ഇലകളുടെ പ്രത്യേകത. ഓരോ പച്ചക്കറികളിലും വിരിയുന്ന പൂവിനങ്ങളെ നിരീക്ഷിക്കുന്നത്. നമ്മൾ പോകുമ്പോൾ ഇതാണ് നിരീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് പച്ചക്കറികളുണ്ട്, ഓരോന്നിനും വളരാനുള്ള സൗകര്യങ്ങൾ ഒരേപോലെയാണോ, ചെടികൾക്ക് പിടിച്ചു കയറാൻ എന്തൊക്കെയാണ് സൗകര്യങ്ങൾ, സസ്യങ്ങളുടെ വളർച്ചയുടെ പ്രത്യേകതകൾ എന്തെല്ലാം, ഇലകളുടെ ക്രമീകരണം എങ്ങനെയാണ്, രോഗകീടബാധയുണ്ടോ,
കൃഷിയിൽ അവലംബിച്ചിരിക്കുന്ന പ്രത്യേക രീതികൾ എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ കാണുന്ന എല്ലാ കാര്യങ്ങളും, നമുക്ക് ലഭ്യമാവുന്ന എല്ലാ വിവരങ്ങളും ആ കൃഷിയിടത്ത് നമുക്ക് ശേഖരിക്കാം. എളുപ്പമല്ലേ? ഓക്കെ, റെഡി. ശ്രദ്ധിച്ചില്ല എല്ലാത്തിനും ഇല്ല അത്. അപ്പൊ ആ സ്പ്രിങ് എന്തിനു വേണ്ടിയാ? ഓക്കെ, അപ്പൊ ആ ചെടികൾക്ക് കോവലിനുണ്ട്, ചുറ്റിപ്പിടിക്കാൻ സ്പ്രിങ് ഇല്ലല്ലോ. പയറിൽ നോക്കൂ, പയറിന് സ്പ്രിങ്ങുകളോ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നുമില്ല, അവയവങ്ങളില്ല. പക്ഷെ നോക്കൂ, പയറ് വള്ളിയിൽ സ്വയം അവയുടെ തണ്ട് തന്നെ ചുറ്റിപ്പിടിക്കുകയാണ്. അതിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. പയറ് അതിൻ്റെ വള്ളിയിൽ, അത് കയറുന്ന വള്ളിയിൽ വലതുവശത്തേക്ക് ഘടികാര ദിശയിൽ അല്ലെങ്കിൽ ക്ലോക്ക് വൈസിൽ മാത്രമാണ് ചുറ്റിക്കയറുന്നത്. കണ്ടില്ലേ? മുളക് ചെടി നോക്കൂ, അതിന്റെ വേരുകള് മരത്തിൽ പറ്റിപ്പിടിച്ച് കയറുന്നത് കണ്ടോ? നോക്കുള്ളൂ, അത് മരത്തിലായാലും ഈ തിണ്ടിലായാലും പിടിച്ചു കയറുന്നുണ്ട് അല്ലേ? അപ്പൊ അതിന് മരത്തിൽ പിടിച്ചു കയറാനുള്ള പറ്റുവേരുകളാണ്. അപ്പൊ അതിന്റെ കുരുമുളകിന്റെ പ്രത്യേകത അതിന് പ്രത്യേക വേരുകളാണ് അല്ലേ? മരത്തിൽ പിടിച്ചു കയറാനുള്ള പ്രത്യേക വേരുകൾ. അത് നോക്കൂ, ഇവിടെ എല്ലാം കാണാം. ഈ തെച്ചിയുടെ ഇല നമുക്ക് നോക്ക്, ഇതില് ഒരിലയുടെ മുകളിലാണോ അടുത്ത ഇല വരുന്നത്? എന്തിനാ അങ്ങനെ അല്ലാതെ മാറി വന്നേക്കണത്? എന്തിനു വേണ്ടിയായിരിക്കും? എന്തിനായിരിക്കും? വെറുതെ രസത്തിനാണോ? അവർക്ക് എന്ത് കിട്ടാനാ? സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി, സൺലൈറ്റ് കിട്ടണ്ടേ? അപ്പൊ സൺലൈറ്റ് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇലകള് ഒരു പ്രത്യേക രീതി ക്രമീകരിക്കണം. ഒന്നിന്റെ മുകളിൽ അടുത്ത ഇല വന്നാൽ എങ്ങനെയായിരിക്കും? അടിയത്തെ ഇലയ്ക്ക് സൂര്യപ്രകാശം കിട്ടൂല. എന്തിനാ സൂര്യപ്രകാശം? എന്തിനാ? വളരാൻ, അവർക്ക് ആഹാരം നിർമ്മിക്കാൻ സൂര്യപ്രകാശം വേണം. അപ്പൊ ഓരോ ചെടികൾക്കും ഇല ക്രമീകരിച്ചിരിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. നോക്കുള്ളൂ, അവിടെയുള്ള പനയിൽ നോക്കൂ, അമ്പലിന്റെ ഇലകൾ നോക്കൂ. അമ്പലിന്റെ ഇലകള് വെള്ളത്തില് വിടർന്ന് കിടക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ധാരാളം സൂര്യപ്രകാശം ലഭിക്കാൻ. പച്ചക്കറിത്തോട്ടത്തിൽ പോയി വന്നൊക്കെ ഇഷ്ടമായില്ലേ? നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നിരീക്ഷിച്ചു. എന്തൊക്കെയാ നിരീക്ഷിച്ച് നമുക്കൊന്ന് ഷെയർ ചെയ്യാം. ആയിഷ തുടങ്ങും. എല്ലാ ചെടികളും ഒരുപോലെ അല്ല വളരുന്നത്. പാവൽ, പടവലം എന്നിവയിൽ തമുകളിൽ ചേരാൻ സ്പ്രിംഗ് പോലെയുള്ള ഭാഗം കാണാം. ഓക്കെ, സ്പ്രിംഗ് പോലെയുള്ള ഭാഗം പാവലിലും പടവലിലും പിന്നെ എല്ലാം കണ്ടത്
കോവലിലും കണ്ടില്ലേ? കോവലിലും കണ്ടു. ഓക്കെ. പയർവള്ളികൾ താങ്ങുകളിൽ കയറാൻ അതിന്റെ തണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പയർവള്ളി വലതു ദിശയിലേക്ക് മാത്രമേ ചുറ്റുന്നത് കാണുന്നതുള്ളൂ. പയർവള്ളിയിലെ തണ്ട് തന്നെ ചുറ്റിക്കയറുന്നു, അത് വലതുവശത്തേക്ക് ചുറ്റിക്കയറുന്നു. ഓക്കെ, വായിക്കൂ. മത്തൻ, വെള്ളരി, കുമ്പളം എന്നിവ നിലത്ത് പടരുന്നു. കുരുമുളക് വള്ളി താങ്ങുകളിൽ കയറാൻ പ്രത്യേക തരം വേര് ഉപയോഗിക്കുന്നു. ചെടികളുടെ ഇലകൾ സൂര്യപ്രകാശം ലഭിക്കുന്ന വിധത്തിലാണ് തണ്ടിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ആമ്പലിന്റെ ഇലകൾ വെള്ളത്തിൽ നിരന്നു കിടക്കുന്നു. ചീര, വെണ്ട, വഴുതന എന്നിവയ്ക്ക് താങ്ങുകൾ ആവശ്യമില്ല. എല്ലാ ചെടികളും ഒരേപോലെ അല്ല വളരുന്നത്, താങ്ങുകളിൽ കയറി വളരുന്നുണ്ട്. എന്തിനാ താങ്ങുകളിൽ കയറുന്നത്? ശരിക്ക് സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി. ഓരോ ഇലയ്ക്കും കൃത്യമായി സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയാണ് ഓരോ ചെടിയുടെയും തണ്ടുകളൊക്കെ അത് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ ഇഴഞ്ഞു പുറത്തേക്ക് പോകുന്നു. ചിലത് വള്ളികൾ കയറുന്നു, ചിലത് മരത്തിൽ പറ്റിപ്പിടിച്ച് കയറുന്നു, ചിലത് തിണ്ടൽ കയറുന്നു. എല്ലാം നമ്മൾ കണ്ടു അല്ലേ? എന്തിനു വേണ്ടിയാണ്? അവയ്ക്ക് ആഹാരം നിർമ്മിക്കാനുള്ള സൂര്യപ്രകാശം കിട്ടുന്നതിന് വേണ്ടി. ഓക്കെ. ചുറ്റുപാടും നിരീക്ഷിച്ച് വിവരങ്ങൾ ശേഖരിച്ച ഈ പഠന പ്രവർത്തനത്തിൽ എല്ലാ കുട്ടികളും പഠന നേട്ടം കൈവരിച്ചിട്ടുണ്ടോ? കുട്ടികളുടെ നിരീക്ഷണം പരിശോധിച്ചാൽ നമുക്കറിയാം, ആഴത്തിൽ നിരീക്ഷിച്ചവരും അല്ലാത്തവരുമുണ്ട്. പഠന പ്രവർത്തനങ്ങളുടെ എല്ലാ ഘട്ടങ്ങളിലും നിരന്തര വിലയിരുത്തൽ നടത്തുകയും തത്സമയ പഠന പിന്തുണ നൽകുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ എല്ലാ കുട്ടികളെയും ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കൂ. ഈ പ്രവർത്തനം തന്നെ പരിശോധിക്കാം. പ്രധാനമായും 3 ഘട്ടങ്ങളിലാണ് വിലയിരുത്തലും പിന്തുണ നൽകലും വേണ്ടത്. ഒന്നാമത്തെ ഘട്ടം ഫീൽഡ് ട്രിപ്പ് ആസൂത്രണം. ആ ഘട്ടം നമുക്കൊന്നുകൂടി പരിശോധിക്കാം. നമ്മൾ ഇന്നൊരു പച്ചക്കറി തോട്ടം സന്ദർശിക്കാൻ പോവുകയാണ്. എന്തൊക്കെ പച്ചക്കറികൾ ഉണ്ടാകുക തോട്ടത്തില്? ഓക്കെ, ഇഷ്ടംപോലെ പച്ചക്കറികൾ ഉണ്ടാവും. നമ്മൾ പോയിട്ട് അതിനെ നിരീക്ഷിക്കണം. അത് എങ്ങനെ വളരുന്നു അപ്പൊ നിരീക്ഷിക്കണം. അപ്പൊ എന്തൊക്കെയാ നമ്മൾ നിരീക്ഷിക്കുക? ഓക്കെ, നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കൂ. നോട്ട്ബുക്കില് അതൊന്ന് എഴുതൂ. നിങ്ങളുടെ നോട്ട്ബുക്കില് അതൊന്ന് എഴുതുക. എന്തൊക്കെയാണ് നിരീക്ഷിക്കേണ്ടത്? നമ്മൾ തോട്ടത്തിലേക്ക് ചെല്ലുന്നു, അവിടെ പല കാര്യങ്ങൾ കാണുന്നു, പല പച്ചക്കറികൾ കാണുന്നുണ്ട്. അതെല്ലാം നമ്മൾ നിരീക്ഷിക്കണം. എന്തൊക്കെയാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്? ഒരു പഠന പ്രവർത്തനത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ശരിയായ ധാരണ കുട്ടികൾ കൈവരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ തുടർന്നുള്ള ഘട്ടങ്ങളിലെ പ്രവർത്തനം ഫലപ്രദമാവൂ. അതിനാൽ ആസൂത്രണ ഘട്ടത്തിൽ കുട്ടികൾ എഴുതുന്ന സമയത്തും അവതരിപ്പിക്കുന്ന സമയത്തും വിലയിരുത്തൽ നടത്തേണ്ടതുണ്ട്. ചെയ്യാൻ പോകുന്ന പ്രവർത്തനത്തെക്കുറിച്ച് കുട്ടികളുടെ ധാരണ ടീച്ചർ കൃത്യമായും മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ ഏത് ഘട്ടത്തിലാണ് അവർക്ക് പിന്തുണ നൽകേണ്ടതെന്ന് ടീച്ചർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ടീച്ചറും കുട്ടികളും ചേർന്ന് നടത്തുന്ന ചർച്ചകളും ടീച്ചർ നൽകുന്ന സൂചനകളും തന്നെയാണ് പ്രധാന പഠന പിന്തുണ. ആവശ്യമെങ്കിൽ വീഡിയോ, ചിത്രങ്ങൾ എന്നിവ കൂടി നൽകാം. ആസൂത്രണ ഘട്ടത്തിൻ്റെ അവസാനം ടീച്ചർക്ക് ടീച്ചറുടേതായ രീതിയിലുള്ള ഒരു കുറിപ്പ് കൂടി അവർക്ക് നൽകാവുന്നതാണ്. അത് കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ഘട്ടം നിർവഹണ ഘട്ടമാണ്. ഈ ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ ഒന്ന് പരിശോധിക്കും.
ആദ്യഘട്ടം, അതായത് ആസൂത്രണ ഘട്ടം ശരിയായി പൂർത്തിയാക്കാൻ സാധിച്ചാൽ നിർവഹണ ഘട്ടത്തിൽ കൂടുതൽ കുട്ടികൾക്ക് വ്യക്തതയോടെ പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ സാധിക്കും. ആ സമയത്ത് കുട്ടികളുടെ രേഖപ്പെടുത്തലുകൾ അല്ലെങ്കിൽ നിരീക്ഷണം, കുട്ടികളുമായുള്ള ചെറിയ ചർച്ച, ഇവയിലൂടെ ടീച്ചർക്ക് കുട്ടി ശരിയായ രീതിയിൽ നിരീക്ഷണം നടത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നിരീക്ഷിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ആഴത്തിലുള്ള വിവരശേഖരണം സാധ്യമാവൂ. ഈ ഘട്ടത്തിൽ അധ്യാപകർക്ക് ചില ചോദ്യങ്ങളോ സൂചനകളോ നൽകി കുട്ടിയെ ശരിയായ നിരീക്ഷണത്തിലേക്ക് നയിക്കാം. ഇതുതന്നെയാണ് ആ ഘട്ടത്തിൽ കുട്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച പഠന പിന്തുണ. ഇത് കഴിഞ്ഞ് തുടർന്നാണ് ഈ പ്രവർത്തനത്തിൻ്റെ അവസാന ഘട്ടം. ഈ ഘട്ടത്തിൽ കുട്ടി രൂപീകരിച്ച നിഗമനങ്ങളുടെ അവതരണമാണ്. ആ പ്രവർത്തനം കൂടി ഒന്ന് പരിശോധിക്കൂ. പയർവള്ളികൾ താങ്ങുകളിൽ കയറാൻ അതിൻ്റെ തണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പയർവള്ളി വലതു ദിശയിലേക്ക് മാത്രമേ ചുറ്റുന്നത് കാണുന്നതുള്ളൂ. പയർവള്ളിയിലെ തണ്ട് തന്നെ ചുറ്റിക്കയറുന്നു, അത് വലതുവശത്തേക്ക് ചുറ്റിക്കയറുന്നു. ഓക്കെ, വായിക്കൂ. മത്തൻ, വെള്ളരി, കുമ്പളം എന്നിവ നിലത്ത് പടരുന്നു. കുരുമുളക് വള്ളി താങ്ങുകളിൽ കയറാൻ പ്രത്യേക തരം വേര് ഉപയോഗിക്കും. ഈ ഘട്ടത്തിൽ കുട്ടികളുടെ അവതരണം തന്നെയാണ് ടീച്ചറുടെ പ്രധാന വിലയിരുത്തൽ ഉപാധി. അതിനു പുറമെ ചില ചോദ്യങ്ങളോ വർക്ക്ഷീറ്റുകളോ അല്ലെങ്കിൽ മറ്റ് സാധ്യതകളോ ടീച്ചർക്ക് ഉപയോഗിക്കാം. ഇതുവരെ നാം പരിശോധിച്ചത് ടീച്ചർ നടത്തുന്ന വിലയിരുത്തലിനെ കുറിച്ചാണ്. എന്നാൽ വിലയിരുത്തലിൻ്റെ മറ്റ് തലങ്ങളിൽ രക്ഷിതാക്കളുടെ വിലയിരുത്തൽ, പരസ്പര വിലയിരുത്തൽ, സ്വയം വിലയിരുത്തൽ തുടങ്ങിയ ഭാഗങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ശാസ്ത്ര പഠനത്തിലുള്ള വിലയിരുത്തൽ സാധ്യതകളെക്കുറിച്ച് ഡോക്ടർ പി വി പുരുഷോത്തമൻ മാഷ് സംസാരിക്കുന്നു. മാഷിന് സെഷനിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിലയിരുത്തലിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നമുക്കറിയാം, പല പരിശീലനങ്ങളിലൂടെ കടന്നുപോയ ആൾക്കാരെന്ന നിലയിൽ പ്രധാനമായി 2 തരത്തിലുള്ള വിലയിരുത്തലിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് പഠനത്തിന് ശേഷം നടത്തുന്ന വിലയിരുത്തലാണ്. രണ്ടാമത്തേത് പഠനം നടന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള വിലയിരുത്തലാണ്. ഈ പഠനത്തിന് ശേഷമുള്ള വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ഒരു പ്രവർത്തനം കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഒരു ടേം കഴിഞ്ഞതിന് ശേഷമോ, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമോ ഒക്കെ നമ്മുടെ കുട്ടിയുടെ പ്രവർത്തനത്തെ, ആ ഒരു വർഷത്തെയോ അല്ലെങ്കിൽ ടേമിലെയോ പ്രവർത്തനങ്ങളെ വിലയിരുത്തി ചില ഗ്രേഡുകൾ കൊടുക്കുകയും ആ ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് ഒരുപക്ഷെ പ്രമോഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഫിഷ്യൻസി പോലുള്ള അംഗീകാരമോ ഒക്കെ കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ അതിനേക്കാൾ ഈ പുതിയ നമ്മുടെ പഠന സങ്കല്പത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന വിലയിരുത്തൽ എന്ന് പറയുന്നത് പഠനം നടന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള വിലയിരുത്തലാണ്. അതിനെയാണ് നമ്മൾ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസസ്മെന്റ് ഫോർ ലേണിംഗ് നമ്മൾ എന്തിനാണ് നടത്തുന്നത്, അത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്, ആർക്കൊക്കെ ഈ അസസ്മെന്റ് ഫോർ ലേണിംഗ് നടത്താം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാം. അപ്പോൾ കുട്ടിയുടെ ഈ പഠനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടിയുടെ പഠന പുരോഗതിയാണല്ലോ നമ്മൾ വിലയിരുത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നമുക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ആധാരമായിട്ടുള്ള വസ്തുതകൾ അല്ലെങ്കിൽ വസ്തുക്കൾ എന്ന് പറയുന്നത് കുട്ടിയുടെ പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ കുട്ടിയുടെ പ്രവർത്തനത്തെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടാണ് ആ പ്രവർത്തനം ശരിയായ ദിശയിലേക്കാണോ അത് പോകുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ആശയ രൂപീകരണം ആ പ്രവർത്തനത്തിൽ നടക്കുന്നുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ കുട്ടി ഈ പ്രവർത്തനത്തിനിടയിൽ നേരിടുന്നുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള പിന്തുണയാണ് കുട്ടിക്ക് നമ്മൾ നൽകേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ആണ് നമ്മൾ ഈ പറയുന്ന രൂപത്തിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള വിലയിരുത്തൽ നടത്തുന്നത്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ എന്താണ് വഴി? പ്രധാനമായിട്ടും കുട്ടിയുടെ പ്രവർത്തനങ്ങളെ നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ കുട്ടിയുടെ പ്രതികരണങ്ങൾ ചില ഘട്ടങ്ങളിൽ നമുക്ക് തേടാവുന്നതാണ്. അതിലൂടെയും പിന്നെ കുട്ടി ശരിയായ ദിശയിലാണോ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് അറിയാൻ പറ്റും.
അതുപോലെ ചില പ്രവർത്തനങ്ങളിൽ പിന്നെ ഇടയ്ക്കിടെ പല തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കും. കുട്ടി എഴുതിയുണ്ടാക്കുന്ന കഥകളായാലും അല്ലെങ്കിൽ മറ്റ് കുറിപ്പുകളായാലും ഡയറി ആയാലും ഇതുപോലെ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉൽപ്പന്നത്തെയും നമുക്ക് ഒരർത്ഥത്തിൽ പിന്നെ വിലയിരുത്താം. അപ്പൊ ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ പാഠ്യപദ്ധതിയുടെ ലക്ഷ്യം എന്താണ് ലക്ഷ്യമാക്കിയത്, ആ ലക്ഷ്യത്തിലേക്ക് ആണോ കുട്ടി സഞ്ചരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയും അങ്ങനെ മനസ്സിലാക്കുന്നതിലൂടെ കുട്ടിക്ക് വേണ്ട പിന്തുണ ഉറപ്പിക്കുന്നതിനു വേണ്ടിയുമാണ് നമ്മൾ ഈ പറയുന്ന രൂപത്തിലുള്ള അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത്. അസസ്മെന്റ് ഓഫ് ലേണിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പഠനം നടന്നു കഴിഞ്ഞതിന് ശേഷമാണ്. അതിനെക്കുറിച്ച് നമ്മളിവിടെ കൂടുതലായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഇനി നമുക്ക് ഈ പഠനത്തിന് വേണ്ടിയുള്ള ഈ വിലയിരുത്തൽ, പഠനം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഈ വിലയിരുത്തൽ ആർക്കൊക്കെ നടത്താം എന്നതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാം. പ്രധാനമായിട്ടും 4 പേർക്ക് ഇത് നടത്താം എന്നുള്ളതാണ് നമ്മുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത്. അതിലൊന്ന് പ്രധാനമായിട്ടും സംശയമില്ല ടീച്ചർ തന്നെയാണ് ഈ വിലയിരുത്തൽ നടത്തുന്നത്. രണ്ടാമതായിട്ട് കുട്ടിയുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ഒന്നിച്ച് പിന്നെ സമാന്തരമായി ചില പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് ഒക്കെ കുട്ടിയുടെ കൂട്ടുകാർക്ക് ഇത്തരത്തിലുള്ള ചില പിന്നെ വിലയിരുത്തലുകളും ചില പിന്നെ ഫീഡ്ബാക്കുകളും കൊടുക്കാവുന്നതാണ്. അതുപോലെ മറ്റൊന്ന് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വീട്ടിലേക്ക് പഠനത്തിന്റെ ഒരു ഷിഫ്റ്റ് നടത്തേണ്ട ഒരു സാഹചര്യം ഇപ്പൊ ഈ കൊറോണയുടെ സാഹചര്യത്തിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ലേണിംഗ് ചിലപ്പോൾ പ്രധാനമായിട്ട് വേണ്ടിവരും. അധ്യാപകര് രക്ഷിതാക്കളെ വിളിച്ച് ചില നിർദ്ദേശങ്ങൾ കൊടുത്ത് ചില പ്രവർത്തനങ്ങൾ നമ്മൾ വീട്ടിൽ നടത്തേണ്ടി വരും. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും അവിടെ അധ്യാപകനില്ല, സഹപാഠികളില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ടീച്ചർ എന്നതിന് പകരം അവിടെ ഒരു രക്ഷിതാവാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ അത്തരം ഒരു സന്ദർഭത്തിൽ രക്ഷിതാവിന് വേണമെങ്കിൽ കുട്ടിയുടെ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ട് ചില പ്രതികരണങ്ങളും ചില ഫീഡ്ബാക്കുകളും കൊടുക്കാവുന്നതാണ്. പിന്നെ നാലാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തൽ എന്ന് പറയുന്നത് അവനവൻ തന്നെ, കുട്ടി തന്നെ സ്വയം നടത്തുന്ന വിലയിരുത്തലാണ്. ഇതും നമുക്ക് അസസ്മെന്റ് ഫോർ ലേണിംഗ് ആയിട്ട് പരിഗണിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പൊ ഇതിൽ ഓരോന്നിനും ടീച്ചർ ചെയ്താലും സഹപാഠി ചെയ്താലും ഇനി രക്ഷിതാവ് ചെയ്താലും കുട്ടി ചെയ്താലും ഒക്കെ ഓരോന്നിനെയും അതിൻ്റെതായ ചില ഗുണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെതായ ചില പരിമിതികളുണ്ട്. അപ്പോൾ സന്ദർഭം അനുസരിച്ച് ആവശ്യം അനുസരിച്ച് നമുക്ക് ഇത് വളരെ പിന്നെ ആലോചിച്ച് ഉറപ്പിച്ച് ശരിയായ രീതിയിൽ ഫലപ്രദമായി ഈ പിന്നെ വിലയിരുത്തലുകൾ ഓരോന്നും നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് പഠനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി. ഇപ്പോൾ ടീച്ചറുടെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ടീച്ചർക്ക് ഒരു വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ടീച്ചർക്ക് പാഠ്യപദ്ധതിയുടെ ലക്ഷ്യങ്ങളെ കുറിച്ചറിയാം. ഈ പാഠ്യപദ്ധതി എങ്ങനെയാണ് ട്രാൻസാക്ട് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ ബോധനശാസ്ത്രപരമായ എല്ലാ വശങ്ങളെക്കുറിച്ചും അറിയാം. ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാലാണ് കുട്ടിയിൽ യഥാർത്ഥമായ പഠനം നല്ല രീതിയിൽ നടക്കുക എന്ന് വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ് ടീച്ചർ. അപ്പൊ ആ അർത്ഥത്തിൽ ആധികാരികമായി പഠന പ്രവർത്തനത്തെ പിന്തുടരാൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്നത്, ഏറ്റവും കൃത്യമായ പിന്നെ ഫീഡ്ബാക്കുകൾ കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്, ഏറ്റവും നന്നായിട്ട് കുട്ടിയെ സഹായിക്കാൻ പറ്റുന്ന ഒക്കെ ടീച്ചറാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി നമ്മൾ സഹപഠിതാവിന്റെ വിലയിരുത്തൽ എടുത്താൽ ചില പോരായ്മകളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ കുട്ടികൾ മറ്റൊരു കുട്ടിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഈ ഒരു വിലയിരുത്തൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം, എങ്ങനെയാണ് നിങ്ങളുടെ കൂടെ പഠിക്കുന്ന മറ്റു കുട്ടികളുടെ പ്രവർത്തനത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ അവർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കണം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ചില സന്ദർഭങ്ങളിൽ ടീച്ചർ നിർദ്ദേശിക്കുന്നതനുസരിച്ചോ അല്ലെങ്കിൽ സ്വയം പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടോ ഇത്തരത്തിലുള്ള ചില ഫീഡ്ബാക്കുകളും വിലയിരുത്തലുകളും ഒക്കെ സാധ്യമാകും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് കൂടെ പ്രവർത്തിക്കുന്ന ഒരാളാണ്, മാത്രമല്ല തൻ്റെ ഒരു കൂട്ടുകാരൻ കൂടിയാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ആ കൂട്ടുകാരൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കുട്ടിക്ക് വളരെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും. അതിനനുസരിച്ച് കൂടെ പ്രവർത്തിച്ച്, കാരണം ഒരു ടീം വർക്കിന്റെ ഭാഗമായിട്ടൊക്കെ ചില പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കൂട്ടുകാർ നൽകുന്ന നിർദ്ദേശങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മളത് പാലിക്കാൻ ബാധ്യസ്ഥമാണല്ലോ. അപ്പൊ ആ നിലയിൽ ഈ സംഘപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ സഹപഠിതാക്കളുടെ വിലയിരുത്തലിന് നല്ല പിന്നെ സാധ്യതയുണ്ട്, നല്ല പ്രയോജനമുണ്ട്. നമുക്ക് മൂന്നാമതായിട്ട് രക്ഷിതാവിന്റെ വിലയിരുത്തലിനെ കുറിച്ച് നോക്കാം. രക്ഷിതാവും വളരെ പ്രധാനപ്പെട്ട, കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട റോൾ രക്ഷിതാവിനുണ്ട്. കുട്ടി ഈ ഭാവിയിൽ എവിടെ എത്തണം എന്നൊക്കെ തീരുമാനിക്കുന്ന കാര്യത്തിൽ രക്ഷിതാവാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു കുട്ടിയുടെ കഴിവിനെ
ഒരു ടീച്ചർ പറഞ്ഞ് അറിയുന്നതിലപ്പുറം ഒരു രക്ഷിതാവിന് മനസ്സിലാക്കേണ്ടതുണ്ട്, മനസ്സിലാക്കാൻ കഴിയുമെന്നും നമുക്ക് ചില കാര്യങ്ങളിൽ കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും. മാത്രമല്ല, എപ്പോഴും കുട്ടിയുമായിട്ട് നേരിട്ട് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, ചെറിയ പ്രായം മുതൽ തൻ്റെ കുട്ടിയുടെ വളർച്ചയെ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് രക്ഷിതാവ്. അപ്പൊ ഈ ഒരു അർത്ഥത്തിൽ രക്ഷിതാവിന് വളരെ ക്രിയേറ്റീവായിട്ട് കുട്ടിയുടെ പഠനത്തിൽ ഒരു റോള് ഈ തരത്തിൽ വഹിക്കാൻ പറ്റും. പക്ഷെ ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ രക്ഷിതാവിന്റെ മനസ്സിലുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ പഴയതാവും. അവര് അപ്പോഴപ്പോഴ് തെറ്റുകളും കുറ്റങ്ങളും കണ്ടെത്തുകയും ചിലപ്പോൾ ശിക്ഷിക്കുകയും ചിലപ്പോൾ വളരെ എന്താ പറയാ ഒരു ശിക്ഷയുടെ രൂപത്തിലേക്കോ അല്ലെങ്കിൽ പരിഹാസത്തിന്റെ രൂപത്തിലേക്കോ ഒക്കെ പോയി ഒരു കുട്ടിയുടെ ഒരു പഠനത്തെ ഒരർത്ഥത്തിൽ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ ചില രക്ഷിതാക്കളെങ്കിലും ഇടപെടാൻ സാധ്യതയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു രക്ഷിതാവിന് പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ കുട്ടിയുടെ പഠനത്തിൽ ഇടപെടേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ചുമതല ടീച്ചർക്ക് തീർച്ചയായിട്ടുണ്ട്. അപ്പൊ ആ ചുമതല നമ്മൾ നന്നായി പാലിക്കാൻ തയ്യാറായാൽ, അത് നൽകാൻ തയ്യാറായാൽ, നമ്മൾ രക്ഷിതാക്കളെല്ലാം കുറേയധികം എഡ്യൂക്കേഷനുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ കുട്ടിയുടെ മൂല്യങ്ങളിലും മനോഭാവങ്ങളിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളും ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രക്ഷിതാവിനാണ്. ടീച്ചർക്ക് ഒരുപക്ഷെ അത്രയും സന്ദർഭങ്ങൾ കിട്ടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള രക്ഷിതാവിന്റെ വിലയിരുത്തലിന് നമ്മൾ നല്ല പ്രാധാന്യം കൊടുക്കുകയും വിദ്യാഭ്യാസ പ്രക്രിയയിൽ അതിന്റെ പങ്ക് മുമ്പുള്ളതിനേക്കാൾ നമ്മൾ വർദ്ധിപ്പിക്കുകയും വേണം. ഇനി നാലാമതായിട്ട് നമ്മൾ കുട്ടി നടത്തുന്ന ഒരു സ്വയം വിലയിരുത്തലിനെ കുറിച്ച് നോക്കാം. ഈ കുട്ടി നടത്തുന്ന വിലയിരുത്തൽ അപ്രധാനമായതുകൊണ്ടല്ല നമ്മളിത് അവസാനം പറയുന്നത്. ഒരുപക്ഷെ ഈ പറഞ്ഞ വിലയിരുത്തലുകളെല്ലാം തന്നെ ഉപകരിക്കുന്നത് കുട്ടിക്ക് സ്വയം വിലയിരുത്താൻ വേണ്ടി അത് സഹായിക്കുന്നുള്ളതാണ്. കാരണം കുട്ടിയുടെ ഉള്ളിലാണല്ലോ പഠനം നടക്കേണ്ടത്. കുട്ടി നമ്മൾ ബയോളജിക്കലായി പറഞ്ഞാൽ കുട്ടിയുടെ തലച്ചോറിലാണ് പഠനം നടക്കേണ്ടത്. തലച്ചോറിലുള്ള നാഡീ ബന്ധങ്ങളിൽ വരുന്ന മാറ്റമാണ് പഠനമായി മാറുന്നത്. അവിടെ ഉണ്ടാക്കുന്ന ഈ നാഡീ കോശങ്ങളുടെ ശൃംഖലകളുടെ രൂപീകരണവും അതിന്റെ പുനരേകീകരണവും അതിൽ വരുന്ന മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളും ഒക്കെ തന്നെയാണ് പഠനമായി മാറുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ കുട്ടിയിൽ തന്നെ ഉണ്ടാവുന്ന തിരിച്ചറിവുകൾ ഏറ്റവും പ്രധാനമാണ്. അപ്പൊ തന്റെ പഠനം ഇപ്പോഴ് താൻ എവിടെയാണ് എത്തിച്ചേരേണ്ടത്, താൻ ഇപ്പോഴ് എവിടെയാണ് എത്തി നിൽക്കുന്നത്, താൻ പോകുന്ന വഴിയിൽ അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ എന്ത് കുഴപ്പങ്ങളുണ്ട്, ഇതിലെന്ത് മാറ്റം വരുത്താം, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരു കുട്ടി സ്വയം തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ അത് മറ്റാരും ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഫലപ്രദമാണ്. കാരണം ഒരു പ്രാവശ്യം ഒരു ശാസ്ത്ര പരീക്ഷണം നടത്തുമ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ ചരങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിലായാലും ചില അപഗ്രഥനങ്ങൾ നടത്തുന്ന കാര്യത്തിലായാലും പട്ടികകൾ രൂപീകരിക്കുന്ന കാര്യത്തിലായാലും ഓരോ ഘട്ടത്തിലും ഇത് എങ്ങനെയാണ് കൂടുതൽ നന്നായി ചെയ്യാൻ പറ്റുക, ഇത് തിരിച്ചറിയാൻ ഒരു കുട്ടിക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഒരു പ്രാവശ്യം അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറെ കൂടി നന്നായിട്ട് ചെയ്യാൻ ആ കുട്ടിക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് കുട്ടി സ്വയം നടത്തുന്ന വിലയിരുത്തൽ തന്നെയാണ്. അതാണ് ഏറ്റവും കൂടുതൽ കുട്ടിക്ക് അവന്റെ പഠനത്തിൽ കൂടുതൽ സഹായകമായിട്ട് മാറുക എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ഈ വിലയിരുത്തലിനെ കുറിച്ച് പറയുന്ന ഘട്ടങ്ങളിൽ തന്നെ പലപ്പോഴും മൂല്യനിർണയത്തെ കുറിച്ച് കൂടി പറയാറുണ്ട്. മൂല്യനിർണയം നമുക്ക് ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് ആവശ്യമായി വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില തീരുമാനങ്ങളും ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ച് മൂല്യനിർണയം എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ഘടകമാണ്. അസസ്മെന്റ് നടത്തിയതിന് ശേഷമേ നമുക്ക് ഇവാലുവേഷനിലേക്ക് പോകാൻ പറ്റും. അസസ്മെന്റ് ആണ് ഏറ്റവും പ്രധാനം. ഈ അസസ്മെന്റ് എത്രത്തോളം നമുക്ക് നന്നായി ചെയ്യാൻ വേണ്ടി സാധിക്കുമോ അത്രത്തോളം നല്ലത്. അപ്പൊ അതുകൊണ്ട് ഒരു മൂല്യനിർണയം നടത്തി ഒരു ഗ്രേഡ് ഇതിന് കൊടുക്കണോ എന്നതുപോലുള്ള ചർച്ചകളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ഏറ്റവും പ്രധാനം കുട്ടിയെ ആ പഠനം നടക്കുന്ന സന്ദർഭത്തിൽ തിരിച്ചറിയുകയും ആ സന്ദർഭത്തിൽ തന്നെ വേണ്ട പിന്തുണകളും സൂചനകളും ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ചില ഉദാഹരണങ്ങൾ നൽകിക്കൊണ്ട് കൂടുതൽ തെളിവുകൾ നൽകിക്കൊണ്ട് കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് കുട്ടിയെ നയിച്ചുകൊണ്ട് ആ മുന്നോട്ടുള്ള പോക്കിനെ കൃത്യമാക്കി ചെയ്യുന്ന ആ ഒരു പ്രക്രിയ തന്നെയാണ് ഒരുപക്ഷെ കുട്ടിയുടെ പഠനത്തിൽ ഏറ്റവും കൂടുതൽ ഫലം ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് പുതിയ സമീപനത്തിൽ ഈ അസസ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിലയിരുത്തൽ എന്ന് പറയുന്നത് പഠനത്തെ സംബന്ധിച്ച് വളരെ വളരെ നിർണായകമായ ഒരു റോൾ വഹിക്കുന്ന പ്രക്രിയയാണ്. അത് നമ്മൾ എത്രത്തോളം ഫലപ്രദമായി നടത്തുന്നു അതാണ് കുട്ടിയുടെ പുരോഗതിക്ക് ഏറ്റവും സഹായം. മുമ്പുള്ള ഒരു പഴയ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ ഈ ഇടക്കുള്ള വിലയിരുത്തലിന് വലിയ പ്രാധാന്യമില്ല. നമ്മൾ ഒടുവിൽ നടത്തുന്ന ഒരു വിലയിരുത്തൽ മാത്രമേ നമ്മളൊരു കണക്ക് കൊടുത്തു, കുട്ടി അത് ചെയ്യുന്നു, അവസാനം അത് പരിശോധിക്കുകയാണ്.
അതേസമയം കണക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇടപെടുന്നതെങ്കിൽ അവിടെ വരുന്ന പെശകുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനും പിന്നീട് അത് ആവർത്തിക്കുന്നത് കുറക്കാൻ വേണ്ടിയും നമുക്ക് സാധിക്കും. അപ്പോൾ ആ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഗ്രേഡിങ് പോലുള്ളതൊക്കെ രണ്ടാമത് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനം ഈ അസസ്മെന്റ് എന്ന് പറയുന്ന, വിലയിരുത്തൽ എന്ന് പറയുന്ന ഒരു പാർട്ടും ഫീഡ്ബാക്കും ഈ തുടർച്ചയായി കൊടുക്കുന്ന പിന്തുണകളും തന്നെയാണ്. പിന്നെ ഒരു സ്വാഭാവികമായിട്ട് ഒരു സംശയം, നമ്മൾ ഇതെല്ലാം രേഖപ്പെടുത്തേണ്ടതുണ്ടോ? രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു അധ്യാപകൻ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ഫീഡ്ബാക്ക് നമ്മൾ അപ്പോൾ തന്നെ കൊടുക്കുകയാണ്. പക്ഷെ ചില ഘട്ടങ്ങളിൽ ചില കണ്ടെത്തലുകൾ, കുട്ടി ആവർത്തിച്ച് വരുത്തുന്ന ചില പെശകുകൾ, അല്ലെങ്കിൽ കുട്ടികൾ ആവർത്തിച്ച് നമ്മൾ കാണുന്ന ചില സവിശേഷതകൾ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി ആണ് പ്രധാനമായിട്ടും ഇത്തരം രേഖപ്പെടുത്തലുകൾ നടത്തുന്നത്. പ്രത്യേകിച്ചും രക്ഷിതാവിൻ്റെ യോഗങ്ങളിൽ പറയാൻ വേണ്ടി, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാർക്ക് ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളൊരു രേഖപ്പെടുത്തലിൻ്റെ ഒരു ഭാഗത്തേക്ക് പോകുന്നത്. അപ്പം ഞാൻ വീണ്ടും പറയുന്ന ആ രേഖപ്പെടുത്തലും ഒരുപക്ഷെ ഏറ്റവും അത്ര പ്രധാനമല്ല. അപ്പം ഗ്രേഡിങ്ങിന് വേണ്ടി ഇത് നടത്തുന്നത് കൊണ്ട് ആ ഒരു പ്രയാസം വിചാരിച്ച് നമ്മൾ ഇത് നടത്താതിരിക്കരുത്. അല്ലെങ്കിൽ രേഖപ്പെടുത്തൽ ഇതിൻ്റെ കൂടെ നടക്കണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഈ തുടർച്ചയായിട്ട് വിലയിരുത്തലും ഫീഡ്ബാക്ക് പ്രക്രിയ നടത്താതിരിക്കരുത്. ഈ തുടർച്ചയായ വിലയിരുത്തലും ഫീഡ്ബാക്കുമാണ് ഏറ്റവും പ്രധാനം. ഈ പറയുന്ന മറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ മറ്റ് ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രേഡ് കൊടുക്കലായാലും രേഖപ്പെടുത്തലായാലും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ചെയ്യുക, വിലയിരുത്തൽ ഫലപ്രദമായിട്ട് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് കുട്ടിയെ ഏറ്റവും നന്നായിട്ട് സ്വയം വിലയിരുത്താൻ വേണ്ടി ഉപയോഗിക്കുക. രക്ഷിതാവ് വീട്ടിൽ കിട്ടുന്ന സന്ദർഭങ്ങളിൽ അതിനുവേണ്ടി അവസരങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ സ്കൂളിൽ വെച്ച് നടക്കുന്ന സംഘപ്രവർത്തനത്തിലും സമാന്തര പ്രവർത്തനങ്ങളിലും ഈ പരസ്പരമുള്ള ചില സൂചനകളും കണ്ടെത്തലുകളും അഭിപ്രായങ്ങളും ഒക്കെ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ സഹവർത്തിത പഠനത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തൻ്റെ സഹപാഠിയെ സഹായിക്കുന്ന രീതിയിലുള്ള ഫീഡ്ബാക്ക് കൊടുക്കാൻ കുട്ടികളെയും പ്രാപ്തരാക്കുക. ഈ തരത്തിൽ നമ്മൾ ഈ വിലയിരുത്തൽ പ്രക്രിയയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും വളരെ വളരെ നമ്മുടെ പഠന പ്രക്രിയയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ ഈ ഒരു അറിവ് നിർമ്മാണപരമായ അല്ലെങ്കിൽ വിമർശനാത്മകമായി പുതിയ ഒരു സമീപനം വിജയിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ പഠിപ്പിക്കുക എന്നുള്ള ഒരു പ്രക്രിയയിൽ എത്രത്തോളം നമ്മൾ ഊന്നുന്നുവോ അത്ര തന്നെ പ്രാധാന്യം പഠിപ്പിച്ച് കൊണ്ടിരിക്കുമ്പോൾ കുട്ടിയുടെ ആ പഠന പുരോഗതിയെ ഓരോ സന്ദർഭത്തിലും നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുകയും ആ തിരിച്ചറിഞ്ഞതിന് ശേഷം അതിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഉള്ള ചില സൂചനകളും ഫീഡ്ബാക്കുകളും കൊടുക്കുകയും അതുപോലെ മറ്റു തരത്തിലുള്ള ഭൗതികമോ മറ്റു തരത്തിലുള്ള പിന്തുണകൾ നൽകലുമാണ് എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റ് നൂലാമാലകളൊക്കെ നിങ്ങൾ മാറ്റിവെക്കുക. രേഖപ്പെടുത്തലും അതുപോലെ തന്നെ ഗ്രേഡ് കൊടുക്കലൊക്കെ ഒരു രണ്ടാം പാർട്ട്. അതൊക്കെ മറ്റ് ചില ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പ്രധാനം ഈ തത്സമയം നടക്കുന്ന പ്രക്രിയയാണ് എന്നതിൽ നമ്മുടെ അധ്യാപകർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വിദ്യാഭ്യാസ പ്രക്രിയയിൽ വളരെയധികം ഗുണം ചെയ്യും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നന്ദി. ശാസ്ത്ര പഠനരീതി, പരീക്ഷണ നിരീക്ഷണ പ്രവർത്തനങ്ങൾ, വിലയിരുത്തൽ, പഠന പിന്തുണ തുടങ്ങിയ വിവിധ മേഖലകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. 5, 6, 7 ക്ലാസ്സിലെ ആദ്യ ശാസ്ത്ര പാഠങ്ങൾ, അതിലെ ആദ്യ മൊഡ്യൂൾ ഓൺലൈനായി വിനിമയം ചെയ്യുന്നതിന് ഫലപ്രദമായ ഒരു പ്രവർത്തനക്രമം തയ്യാറാക്കുക.